പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. അന്നേ കർത്താവെ, നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാക്കുന്ന ദൈവത്തിന്റെ വൻ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ പോകാം. ഓരോ ദിവസവും കർത്താവ് നമ്മളെ സൂക്ഷിച്ചു പരിപാലിക്കുന്നു. ദൈവത്തിന്റെ ചിറകടിയിൽ നമ്മളെ സൂക്ഷിക്കുന്നു. വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്താൽ ഇന്ന് മാറ്റിമറിക്കുന്ന അത്ഭുതകരമായ സാക്ഷ്യങ്ങളൊക്കെയും കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ഓരോ ദിവസവും കർത്താവിലുള്ള ആ ഒരു പ്രത്യാശയിൽ മുന്നോട്ട് പോകുവാൻ ഏതൊക്കെ സാഹചര്യങ്ങൾ വന്നാലും ഒരു സാഹചര്യവും നമ്മളെ മുക്കത്തില്ല. സാഹചര്യങ്ങളുടെ മീതെ നമ്മൾ നടക്കാൻ ഇടയായിത്തീരും. സാഹചര്യങ്ങൾ നമ്മളെ പരാജയപ്പെടുത്തത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷിയാണ്. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. സകല കാര്യത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, ആ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നും കർത്താവിൻ്റെ വചനം നമുക്കൊരു എക്സ്പീരിയൻസിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. യേശു ജീവിക്കുന്നു. വചനം പറയുന്ന പോലെ കർത്താവിൻ്റെ കൂടെ ഞാനും ജീവിക്കും. ലോകത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും അതിലൊന്നും ഞാൻ തകർന്നു പോകത്തില്ല, അതിലൊന്നും ഞാൻ നശിച്ചു പോകത്തില്ല. എൻ്റെ ദൈവത്താൽ അതിനെയൊക്കെയും മറികടക്കുവാൻ ഇടയായിത്തീരും. ആമേൻ. നമുക്കിന്നും പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം എൻ്റെ കൂടെ ഓർമ്മയുള്ളവർ ഒന്ന് പറഞ്ഞാണ് ഏത് ഭാഗമാണ്, അല്ലെങ്കിൽ എന്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചിരുന്നു എന്നുള്ളത്. അമ്മേ, നമ്മൾ ഇന്നലെ വിശുദ്ധ അന്യഭാഷയെ പറ്റി നമ്മൾ കേട്ടു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, നമ്മൾ വരും ദിവസങ്ങളിൽ അടുത്ത അതിന്റെ അന്യഭാഷാ വരങ്ങളെ പറ്റിയൊക്കെ ദിവസങ്ങളിൽ കേൾക്കും. അപ്പൊ നിങ്ങൾ അന്യഭാഷ ലഭിച്ചവര് ലഭിക്കാത്തവരും ലഭിച്ചവരോട് ഞാൻ പറയുന്നു, ലഭിച്ചവർ അതിനെ ഒരു വാക്കേ നിങ്ങൾക്ക് ലഭിച്ചുള്ളെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ വിഷയങ്ങളുടെ മേൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് അന്യഭാഷാ വരത്തിലെ പ്രാർത്ഥന. നിങ്ങൾക്ക് ഒരിക്കലും, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഒത്തിരി എക്സ്പീരിയൻസുകളെ എനിക്ക് തന്ന ഒരു പ്രാർത്ഥനയാണ് അന്യഭാഷാ പ്രാർത്ഥന. ഞാൻ തന്നെ അതിശയിക്കുന്ന രീതിയിൽ എൻ്റെ പല വിഷയങ്ങളെ അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഭാരപ്പെട്ട് എങ്ങനെ അത് മറികടക്കുമെന്ന് ഓർത്തിരുന്ന പല വിഷയങ്ങളെയും വളരെ ഈസി ആയിട്ട് മാറിപ്പോയതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവിൽ നൽകിക്കപ്പെട്ട ഈ അന്യഭാഷ വരപ്രാർത്ഥന എന്നെ സഹായിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഉറ്റിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. നിങ്ങൾ തുടക്കത്തിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആദ്യം തന്നെ പ്രാർത്ഥനയ്ക്ക് കയറാൻ ശ്രമിക്കുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകൾക്ക് ഇപ്പം കയറാൻ പറ്റാത്ത വരുന്നുണ്ട്. കാര്യം എനിക്ക് വന്നത്, നമ്മൾ ഈ 500 പേർക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സൂമിൽ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വന്നത് ഈ ഒരു ഇപ്പം തന്നെ 400 പേർ കഴിഞ്ഞു. അപ്പം ഇനി ആളുകൾക്ക് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് അതിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. ഒരേപോലെ ഇനിയിപ്പം ഒരേപോലെ ഒരു 10-70 ആൾക്കാർ ഒരേപോലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കയറാൻ പറ്റാതെ പോകുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർ ലെഫ്റ്റായി പോകും. അത് ഫുള്ളായി, എല്ലാം വാട്സാപ്പിൽ മെസ്സേജ് വന്നു ഗ്രൂപ്പ് ഫുള്ളായെന്ന് കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് സൂമിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരേ സമയത്ത് അത് അവസാനം വന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് കയറാൻ പറ്റാതെ വരും. അപ്പം ഈ ഇതിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് കയറാനും പറ്റാതെ വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. യൂട്യൂബിൽ എന്നെ കാണുന്നതോടെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ തുടക്കത്തിൽ ഇതെല്ലാം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ
ഇടയ്ക്ക് പിന്നെ പറഞ്ഞത് മറന്നുപോകും. അപ്പോൾ ആൾക്കാർ പ്രാർത്ഥനയുടെ സമയം ചോദിക്കുന്നുണ്ട്. ആ സമയ വ്യത്യാസം ഇപ്പം നാളെ നമുക്ക് യൂട്യൂബിലാണ് പ്രാർത്ഥന, നാളെ ഒരു ദിവസത്തേക്ക് മാത്രം യൂട്യൂബിലാണ്, സൂമിൽ പ്രാർത്ഥനയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് അതിലേക്ക് വരുന്നതാണ്. പിന്നെ ഇന്നലെ നമ്മളൊരു ഗ്രൂപ്പ്, വേറൊരു ഗ്രൂപ്പും കൂടെ ക്രിയേറ്റ് ചെയ്തു, നിങ്ങൾക്ക് എല്ലാം നോട്ടിഫിക്കേഷൻ വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഗ്രൂപ്പിൽ ആദ്യത്തെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ആരും ജോയിൻ ചെയ്യരുത്. കാരണം ആ ഗ്രൂപ്പ് ഫുൾ ആയതുകൊണ്ടാണ് രണ്ടാമതൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥനാ സമയം എന്നുള്ളൊരു ഗ്രൂപ്പാണ് അത്. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇന്നലെ കുറച്ച് എൻ്റെ അടുത്ത് ഒരു എറർ വന്നിട്ടുണ്ട്, അതിപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ വീണ്ടും അയക്കും, ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ആ ലിങ്ക് നിങ്ങൾ ജോയിൻ ചെയ്യാതെ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേർക്കണമെന്നോ അവർക്ക് പ്രാർത്ഥനയിൽ പങ്കുചേർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഗ്രൂപ്പ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളത് ജോയിൻ ചെയ്യല്. കാര്യം അത് ഒരെണ്ണം ഫുൾ ആയതുകൊണ്ടാണ് പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കേണ്ട ജനതയെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചാൽ സുവിശേഷം ആളുകളിലേക്ക് എത്തണം. നിങ്ങളും ഞാനും ഒക്കെ നമ്മൾ എവിടെയോ ചെതറിക്കിടന്ന് നമ്മളെയൊക്കെ കർത്താവ് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ഇന്ന് ഇതിൻ്റെ അകത്ത് ഇരുത്തി, എന്നെയോ നിങ്ങളോ നമുക്ക് മുൻപരിചയങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും ഓരോ ദിവസവും വലിയൊരു ബന്ധമുള്ള ആൾക്കാരെ പോലെ ഓരോ ദിവസവും എനിക്കും മിസ്സാകാറുണ്ട്. ഒരു ദിവസം പ്രാർത്ഥന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിസ്സിങ്, ഒരു ഫീലിംഗ് ഉണ്ടാകാറുണ്ട്. ഈ ഒരു ഫീലിങ്സ് നമുക്ക് തരുന്നത് പോലും കർത്താവിൻ്റെ സ്നേഹബന്ധത്തിൽ ഈ കൂട്ടായ്മ പോകുന്നത് കൊണ്ടാണ്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അപ്പം അന്യഭാഷാ പ്രാർത്ഥനയെ പറ്റി നമ്മൾ ഇന്നലെ കേട്ടു. കർത്താവിലുള്ള ഈ വരും ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ആ ഒരു ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ കർത്താവ് ഇന്ന് എനിക്ക് തന്ന ഒരു വചനമാണ്. രാവിലെ പരിചിതമായ വചനങ്ങളാണെങ്കിൽ പോലും ഓരോ ദിവസവും ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന വചനങ്ങളാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അതിൻ്റെ റിസൾട്ടുകളും കാണാൻ പറ്റുന്നത്. ഏതെങ്കിലും ഒരു വാക്യം വേഗത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രസംഗത്തിലേക്ക് പോകാൻ വേണ്ടി മാത്രമല്ല, പരിശുദ്ധാത്മാവ് എന്താണോ കൈമാറാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ആ വചനത്തിലേക്ക് നമുക്ക് പോകാം. ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ തന്നെയാണ്. പക്ഷെ ഇന്നും കർത്താവ് വാക്കി ഇടപെട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ പലപ്പോഴും പറയുന്ന ഒരു വചനം തന്നെയാണല്ലോ കർത്താവ് എന്ന് എൻ്റെ ഉള്ളിൽ പറയുവാൻ ഇടയായി തീർന്നു. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, പലപ്പോഴും പറയുന്ന വചനമാണെങ്കിലും ഓരോ സമയത്തും വചനത്തിന് പ്രത്യേകതയുണ്ട്. അത് ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും കർത്താവ് ഇടപെടും. ഇന്നത്തെ അനുഗ്രഹത്തിന് വേണ്ടി ഞാനൊരു വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് വായിക്കാം. സങ്കീർത്തനം 118 15 16 17 വാക്യമാണ്. 118 സങ്കീർത്തനത്തിന്റെ 15 16 17 വാക്യങ്ങളാണ്. ആ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ടാകുന്നു. ഞാൻ ഈ 14 മുതൽ വായിക്കാം, അല്ലെങ്കിൽ 13 മുതൽ ഞാൻ വായിക്കാം. ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്: ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഞാൻ എൻ്റെ ബലവും എൻ്റെ കീർത്തനവും ആകുന്നു. യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു. ദൈവം എനിക്ക് രക്ഷയായി തീർന്നു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കും. ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. പലപ്പോഴും നമ്മളിത് ഷോർട്ട് മെസ്സേജുകളായിട്ടും അല്ലാതെ ഒത്തിരി തവണ നമ്മൾ ഈ പ്രയർ തുടങ്ങിയ കാലം മൊത്തം നമ്മൾ പ്രഖ്യാപിക്കുന്ന ചില വചനങ്ങളിൽ ഒരു വചനമാണ് ഈ വചനങ്ങൾ. അപ്പൊ എന്താണ് ഈ വാക്യത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വചനം നമ്മൾ കേൾക്കുന്ന സമയത്ത് എപ്പോഴും ഓർക്കണം, ദൈവം എന്നോട് സംസാരിക്കുന്നതാണ് കർത്താവിന്റെ വചനം. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം, ദൈവം എന്നോട് സംസാരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന തൻ്റെ വാക്കുകളാണ് കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത്. അപ്പൊ ഈ വചനം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചോണം, ഇത് എന്നോട് ദൈവം സംസാരിക്കുകയാണ്. അപ്പൊ എന്താണ് ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ പറയുകയാണ്, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ആരും പാപികളല്ല. നമ്മൾ ആരും പാപികളല്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, യേശുവിലേക്ക് വരുന്ന വ്യക്തിയെ ബൈബിൾ പറയുന്നു നീതിമാന്മാരെന്നാ വിളിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവം എന്നെ നീതിമാൻ എന്ന് വിളിച്ചത് ഞാൻ നല്ലവനായതുകൊണ്ടല്ല, യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ എപ്പോഴും ഓർക്കണം, ജയവും ഉല്ലാസവും ഉണ്ടാവും. ദൈവത്തിന്റെ രണ്ടാമത്തെ പദ്ധതി എപ്പോൾ ശ്രദ്ധിച്ചോണം, ദീർഘായുസ്സാണ് ദൈവത്തിന്റെ പദ്ധതി. മറക്കരുത്. ദൈവത്തിന്റെ പ്ലാൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പ്ലാൻ എന്ന് പറയുമ്പം പ്ലാനുകൾ പലപ്പോഴും മാറിയേക്കാം.
നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഒരു 4 മുറിയുള്ള ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷേ ആ പ്ലാൻ സാമ്പത്തികത്തിന്റെ ഞെരുക്കം കാരണം പ്ലാൻ മാറ്റി 2 മുറിയിലേക്ക് മാറി. അപ്പം നമ്മുടെ പ്ലാൻ എന്ത് ചെയ്തു? മാറ്റം വന്നു. ഒരിക്കലും ചിന്തിക്കരുത് ദൈവം അങ്ങനെയാണ്. ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്താൽ അത് നടത്തുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പം വെളിച്ചം പറയുക അങ്ങനെയൊക്കെ ചുമ്മാ വെളിച്ചം ആകാൻ പറ്റുമോ? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി പറഞ്ഞ വെളിച്ചം ഉണ്ടായി വന്നു. നമുക്ക് നിർമ്മിക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ കാണുന്ന സൂര്യനെ നോക്കിയിട്ട് നിങ്ങൾ എത്ര ലോകവെത്തി ടെക്നോളജി എത്ര വളർന്നാലും ഒരു സൂര്യനെയോ ഒരു ചന്ദ്രനെയോ ഒരു ഭൂമിയെയോ ഒരു ഗ്രഹത്തെയോ ഒരു നക്ഷത്രത്തെയോ നമുക്ക് നിർമ്മിക്കാൻ പോയിട്ട് അതിൻ്റെ ഒരു അംശം പോലും ക്രിയേറ്റ് ചെയ്യാൻ കഴിയത്തില്ല മനുഷ്യന്. അപ്പൊ ദൈവത്തിന് ഇതെങ്ങനെ സാധിച്ചു? ദൈവം ബൈബിൾ പറയുന്നവൻ എൽഷദായി ആണ്, സർവശക്തനാണ്. ഈ ദൈവം എന്നോട് പറയുകയാണ് ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാനായ എൻ്റെ കൂടാരത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയണം, നമ്മൾ പാപിയാണ് പാപിയാന്ന് പറയരുത്. കാര്യം ദൈവത്തിൻ്റെ ആഗ്രഹം യേശുവിനെ കർത്താവിൻ രക്ഷിതാവായി സ്വീകരിക്കുന്നതിലൂടെ എന്നെ നീതീകരിക്കുക എന്നുള്ളതാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കും. ഈ വലങ്കൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വലങ്കൈ എന്നുള്ളത് ഭാഗം ബൈബിളിൽ പലയിടങ്ങളിലും കാണാൻ പറ്റും. വലങ്കൈ വലങ്കൈ എന്നുള്ളത്, ഈ വലങ്കൈ എപ്പോഴും നിങ്ങൾ യഹൂദന്റെ ഒരു കാഴ്ചപ്പാടിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ കാണാൻ പറ്റും. ഈ വലങ്കൈ എന്ന് ഉദ്ദേശിക്കുന്നത് അതോറിറ്റിയെ കാണിക്കുന്ന അതോറിറ്റി, വലങ്കൈ, മൂത്ത മകൻ എന്നൊക്കെ കാണിക്കുന്നത് അവരുടെ ആ ഒരു കൾച്ചർ പ്രകാരം അതോറിറ്റിയെ കാണിക്കുന്നതാണ്. അതായത് അവർ ആ കൾച്ചർ ഫോളോ ചെയ്യാൻ കാരണം ബൈബിളിൽ ചില വാക്യങ്ങളിൽ വെച്ചാണ്. അപ്പം ദൈവത്തിന് ഇടം കൈക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വലങ്കൈ എന്ന് എപ്പോഴും നോക്കിയാൽ ഒരു അതോറിറ്റീനെയും ഒരു എന്താ പറയുക, നമ്മുടെ കൈ ബൈബിളിൽ പറഞ്ഞ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? അപ്പം ഈ ഒരു വലങ്കൈ എന്ന് എപ്പോഴും കാണിക്കുന്നത് അധികാരത്തിന്റെ ഒരു അടയാളത്തെ കാണിക്കുന്ന. ബൈബിൾ പറയാണ് യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു ഞാൻ മരിക്കത്തില്ല. ഇവിടെ ശ്രദ്ധിച്ചോണം, ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത് ദൈവമാണ്. നിങ്ങൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. ഒരുത്തനെ നോക്കരുത്. ഞാൻ ഒരുത്തനെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെയും മൈൻഡിലേക്ക് നിങ്ങൾ കയറരുത്. നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, ലോകത്തിലെ ഏത് വ്യക്തികളോ രാജ്യമോ പിശാചുക്കളോ നിങ്ങൾക്കെതിരെ വന്നോട്ടെ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചോളാം, നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ ഒരാൾക്കും ഒരു പിശാചിനും ഒന്നിനും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. ഞാൻ ഈ വാക്യം നിൽക്കുമ്പോൾ തന്നെ വേഗത്തിൽ മത്തായിലേക്ക് ഒന്ന് പോകാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നത്, പത്രോസ് നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവായ യേശു പറയുകയാണ് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഈ വചനത്തിന്റെ ഒരു ട്യൂണ് നോക്കിക്കേ. പത്രോസെ ഞാൻ എൻ്റെ സഭയെ പണിയും. അടുത്തിട്ട് കർത്താവ് പറയുക എന്ന് വിചാരിച്ചു, പത്രോസെ നീ ജയിക്കണം എന്നാ പറയുന്നതെങ്കിൽ പത്രോസ് ലീഹ പെട്ടുപോയേനെ. കാരണം യുദ്ധം മനുഷ്യനോടല്ല, പിശാചുക്കളോടാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ് ഞാൻ എൻ്റെ സഭയെ പണിയും നിന്റെ മേൽ. എന്നിട്ട് പറയുകയാണ് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. നിങ്ങൾ ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ ഒരു 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 ക്ലിയർ കട്ടായിട്ടാണ് ദൈവം സംസാരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചോട്ടെ, 2024-ലും 2025-ലും 2026-ലും മഹാമാരികളും പ്രശ്നങ്ങളും നിയമങ്ങളും അധികാരങ്ങളും പിശാചുക്കളും ലോകത്തിൽ പല അനർത്ഥങ്ങളും വരാൻ സാധ്യതയില്ലേ? ഇല്ലേ? ഇനി മുന്നോട്ട് ഭാവിയിൽ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നമുക്ക് അറിയത്തില്ല. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ കർത്താവ് പറയുക നിന്നെ ജയിക്കത്തില്ല. കർത്താവിന്റെ ഒരു പെർഫെക്റ്റ് വാക്ക് കണ്ടോ? അതിൻ്റെ അർത്ഥം ഇനി ഭാവിയിൽ എന്തൊക്കെ സംഭവിച്ചാലും, എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര വിഷയങ്ങൾ കയറി വന്നാലും ബൈബിൾ പറയുകയാണ് നിന്നെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ജയിക്കത്തില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ദൈവത്തിന്റെ വാക്കുകളെ നാം ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും എന്താ സംഭവിക്കുന്നത് അറിയാവോ?
നമ്മുടെ വിശ്വാസ ജീവിതത്തെ അത് ബാധിക്കാറുണ്ട്. എന്ത് ബാധിക്കാറുണ്ടെന്ന് അറിയാവോ? നമ്മുടെ വിശ്വാസം, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഫ്ലെക്സിബിളാണ്. നമ്മുടെ വിശ്വാസം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം. യായിറോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണിയുടെ മകള് മരിക്കാറായിട്ട് ഒരു അസുഖം പിടിച്ചിരിക്കുക. യായിറോസ് ഇങ്ങനെ കർത്താവിനെ വിളിക്കുക, കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ വരണം, നീ എൻ്റെ ഭവനത്തിൽ വരണം, നീ എൻ്റെ ഭവനത്തിൽ വരണം, എൻ്റെ മോള് മരിക്കാറായി. അപ്പൊ ഭയങ്കര തിരക്കാ. ഈ യായിറോസിനെ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ യേശുവിനെ ഇങ്ങനെ വീട്ടിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യായിറോസിന്റെ മോള് പനി പിടിച്ച് കിടക്കുന്ന വാർത്ത പറയുമ്പം അടുത്തയാൾ യേശുവിന്റെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് പറയും, എൻ്റെ മാതാവ് തളർന്ന് കിടക്കുക. അടുത്തയാൾ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞ് എൻ്റെ കൊച്ചിന് വലിയ രോഗമാണ്, ക്യാൻസറാ. ഇങ്ങനെ ഓരോരുത്തർ യേശുവിനെ ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ തിരക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ശ്രദ്ധിച്ചോണം, കർത്താവ് നീ എൻ്റെ പെരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരാൾ യേശുവിനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ മറ്റൊരാൾ വന്നിട്ട് പറയുകയാണ്, കർത്താവേ നീ എൻ്റെ പെരക്കകത്ത് വരാൻ യോഗ്യതയില്ല, നീ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി, 500 കിലോമീറ്റർ അപ്പുറമുള്ള എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമായിരിക്കും. വ്യത്യാസം കണ്ടോ? അപ്പൊ കർത്താവ് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവ് യായിറോസിന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാളോട് പറഞ്ഞു വിട്ട് കർത്താവ് പറയണം, ഇനി എല്ലാവരും ഇതേപോലെ എൻ്റെ വാക്കും പിടിച്ചുകൊണ്ട് പൊക്കോന്ന് പറഞ്ഞില്ല. ഒരാളെ കർത്താവ് വാഗൊണ്ട് പറഞ്ഞ് സൗഖ്യമായെങ്കിൽ ഒരാളുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. കർത്താവ് പറയുകയാണ്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മുടെ വിശ്വാസത്തെ പലതും ബാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസത്തെ പലതും ബാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പറയേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അപ്പം ആ മെഡിക്കൽ റിപ്പോർട്ട് നമ്മളോട് പറയുകയാണ്, മരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് മെഡിക്കൽ റിപ്പോർട്ടല്ല, ആ മെഡിക്കൽ റിപ്പോർട്ട് താഴേക്ക് എടുത്ത് വെച്ചിട്ട് ആ വചനം ഉയർത്തിപ്പിടിച്ചിട്ട് പറയും, എൻ്റെ ദൈവം എന്നോട് പറയുകയാണ്, നീ ജീവനോടെ ഇരുന്ന് എൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നിങ്ങൾ ആ വചനം അതേപോലെ പറയരുത്. പകരം നിങ്ങൾ എങ്ങനെ പറയണമെന്നറിയാവോ? നിങ്ങൾ പകരം പറയേണ്ടത്, ഞാൻ ജീവനോടെ ഇരുന്ന് ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. അതിൻ്റെ അർത്ഥം, ഞാൻ ജീവനോടെ ഇരുന്ന് എന്താണോ എൻ്റെ പ്രശ്നം ഞാൻ അതിൻ്റെ സാക്ഷ്യം പറയും. മനസ്സിലാവുന്നുണ്ട്? ഞാൻ മരിച്ചു കഴിയുമ്പം അയൽവക്കത്തെ ചേച്ചിയും ചേട്ടത്തിയും വന്നിട്ട് പറയുകയാണ്, ഓ ആ സഹോദരി നന്നായിട്ട് പ്രാർത്ഥിച്ചു, മരിച്ച അന്ന് കർത്താവ് അത്ഭുതം ചെയ്തെന്ന് പറയാൻ വേണ്ടിയല്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ഞാൻ മരിച്ചതിന് ശേഷം നാട്ടുകാരെല്ലാം വന്നിട്ട് പറയുമായിരുന്നു, ദൈവം ആ മകളുടെ പ്രാർത്ഥന കേട്ടു, ദൈവം ആ സഹോദരന്റെ പ്രാർത്ഥന കേട്ടു, അവർക്ക് ഉത്തരം കൊടുത്തു, പക്ഷെ കേൾക്കാൻ യോഗമില്ല. കണ്ടോ? കേൾക്കാൻ യോഗമില്ല. ഇതാണോ ദൈവത്തിന്റെ പ്ലാൻ? അല്ല. ജീവനോടെ ഇരുന്ന്, എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ സാക്ഷ്യം പറയുന്നവരാ. ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ സാക്ഷ്യം പറയും. ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ സാക്ഷ്യം പറയും. ആമേൻ. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ തന്നെ ചിന്തിക്കാറില്ല, എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ വചനം കേട്ടിട്ടും ഞാൻ ദൈവത്തെ വിളിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത് നേരെയാകാത്തത്? ഞാൻ പറഞ്ഞു തരാം. അത് നേരെയാകാത്തതിൻ്റെ കാരണം, നീ എവിടെയൊക്കെയോ എൻ്റെ വിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. എന്ത് ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായി പെട്ടെന്ന് നോക്കിയാൽ നമുക്കത് കാണത്തില്ല. പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾ പറയും, എന്താ കുഴപ്പം ബ്രദർ, എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഞാൻ മാറിപ്പോയിട്ടില്ല, അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് എൻ്റെ ചിന്ത പോലും മാറിയിട്ടില്ല എന്ന് എന്ത് ചെയ്യാറുണ്ട്? ഞാൻ പലരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, പലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു വിഷയങ്ങൾ അവർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത് കാണാനിടയായിട്ടുണ്ട്. ചില കാര്യങ്ങൾ എവിടെയൊക്കെയോ സ്റ്റക്കായി കിടക്കുമായിരുന്നു. എവിടെയൊക്കെയോ അവര് ആ വിഷയത്തിന്റെ മേൽ അവർക്ക് എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ കിടക്കുമായിരുന്നു. പക്ഷെ അവർക്കൊരു ക്ലിയർ ആയിട്ടത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് ആ വിഷയത്തിന്റെ മേലെ നിന്നും പുറത്തു വരുവാൻ ഇടയായി തീർന്ന സാക്ഷ്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ പബ്ലിക്കായിട്ട് കേട്ടിട്ടുണ്ട്, അല്ലാതെ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ ഓർക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്,
നമ്മൾ സ്തുതിക്കുന്നുണ്ട്, നമ്മൾ കർത്താവിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് ആ മാറ്റം കാണാത്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ദൈവത്തിന്റെ പ്ലാൻ എപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് ഉയർത്തിപ്പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, അതിന് വിരോധമായിട്ടുള്ളത് എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നും ഞാൻ തന്നെ ഒന്ന് പരിശോധിക്കണം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ദൈവത്തിന്റെ പ്ലാൻ, ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി? അതിന്റെ അർത്ഥം, ദൈവം തീരുമാനിച്ചാൽ ഞാൻ ജീവനോടെ ഇരുന്ന് ഏത് വിഷയത്തിന്റെ മേൽ നിന്നും ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. അപ്പൊ ഒരു ചോദ്യം, ദൈവം തീരുമാനിച്ചു എന്ന് എന്നാ ഉറപ്പ്? ദൈവം നിങ്ങളെ ജീവനോടെ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ സാക്ഷ്യം പറയുന്ന എന്നാ ഉറപ്പ്? ഈ ഒറ്റ വചനം മാത്രം മതി. ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാ പറഞ്ഞേക്കുന്നത്? ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ഞാൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. അപ്പൊ എനിക്കെതിരെ വരുന്ന വിഷയങ്ങളെ, അതാണ് ഈ ഫോക്കസ് ചെയ്യുന്നത്, എനിക്കെതിരെ വരുന്ന വിഷയങ്ങളെ ഞാൻ തകർന്നു പോകത്തില്ലെന്നും ഞാൻ ആ വിഷയത്തെ തകർക്കുമെന്നും ഞാൻ ആ വിഷയത്തിന്റെ മുമ്പിൽ തന്നെ ദൈവത്തിന്റെ പ്രവർത്തികളെ സാക്ഷ്യം പറയുമെന്നാണ് ഈ വചനം ഡയറക്റ്റായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ എവിടെയാ പതറിപ്പോകുന്നറിയാവോ? നമ്മൾ ആ പ്രശ്നത്തിന്റെ മുമ്പിൽ പലപ്പോഴും പതറിപ്പോകാറുണ്ട്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്, കൂട്ടായ്മയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, കൂട്ടായ്മയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ പത്രോസ്ലീഹായോട് പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, നിന്റെ മേൽ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ജയിക്കത്തില്ലെന്ന് തന്നെ അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ പറയാ, കർത്താവ് അങ്ങനെയൊന്നും അല്ല, കാര്യങ്ങൾ ഇച്ചിരി വഷളാണ്, കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, കാര്യങ്ങൾ നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുപോയി. കർത്താവ് എന്നാ പറഞ്ഞത്? നിന്നെ ജയിക്കത്തില്ല. ജയിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ തന്നെ ദൈവത്തിന് അവസാനവും അറിയാവുന്ന ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ തന്നെ 2024 ഇപ്പം ജനുവരി മാസത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഇപ്പൊ ഉദാഹരണം 2024 ഡിസംബർ അത് തീരുന്നത് ചിലപ്പോൾ ഡിസംബറിലായിരിക്കും. നിങ്ങൾക്ക് ആ ഡിസംബർ മാസത്തിൽ അതെങ്ങനെ തീരുമെന്ന് നമുക്കറിയാവോ? ഇല്ല. പക്ഷെ ദൈവത്തിനറിയാം. ദൈവത്തിന് ഇത് ക്ലിയർ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് തമ്പുരാൻ പറയാൻ, നിന്നെ ജയിക്കത്തില്ല, അത്രയേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായോ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നറിയോ? കർത്താവ് യേശു ക്രിസ്തു പത്രോസ്ലീഹ എടുത്ത് പറയുന്ന സമയത്ത്, പത്രോസെ, നീ എത്ര കൊല്ലം ഈ ഭൂമി ജീവിക്കുമെന്നും നീ എന്നും മരിക്കുമെന്നും എനിക്ക് നല്ലപോലെ അറിയാം. ഇപ്പൊ മനസ്സിലായോ? ഇത് അറിയാഞ്ഞുകൊണ്ട് കർത്താവ്. അപ്പൊ നമ്മളാണ് പറഞ്ഞത്, കാര്യമൊക്കെ ശരിയാ, റോമൻ ഗവൺമെന്റ് കഴിയുമ്പം അടുത്ത ഗവൺമെന്റ് വരും, അടുത്ത ഭരണം വരും, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ല, ഇത് പറഞ്ഞു തരുന്നത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു കറുത്ത ഒരു ബാഗ് എന്നെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ കാണി. കറുത്ത ഒരു ബാഗ്, അതിൻ്റെ അകത്ത് ചില സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്. ആ സർട്ടിഫിക്കറ്റും ഗവൺമെന്റുമായിട്ട് ഒരു ബ്ലോക്കായി കിടക്കുന്ന ഒരു വ്യക്തി നാളുകളായിട്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുവാണ്. ഒരു കറുത്ത ബാഗ് ഞാൻ കാണുന്നത്. അതിൻ്റെ അകത്ത് ഫയലിൻ്റെ അകത്ത് ചില സർട്ടിഫിക്കറ്റും ചില പേപ്പറുകളും ഉണ്ട്. അതിൻ്റെ അകത്തുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റുമായിട്ട് സംബന്ധിച്ച് ചില ബ്ലോക്കായി കിടക്കുന്ന ഒരു സംഭവം, വർഷങ്ങളായിട്ട് നാളുകളായിട്ട് അത് പ്രാർത്ഥിക്കുന്നതാണ്. ആ വിഷയത്തിന്റെ മേൽ കർത്താവ് വലിയൊരു പ്രവൃത്തിയെ അയക്കുന്നതായിട്ട് എന്നോട് കർത്താവിനോട് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശു ഈ ദിവസങ്ങളിൽ കണ്ടോണം, ഈ ദിവസങ്ങളിൽ അതോർത്തിന് ഭാരപ്പെടേണ്ട, യേശുവിന്റെ നാമത്തിൽ അതിനെ തൊടുന്ന കർത്താവ് ഇത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നോട് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, സുജാത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നോട് പറയുന്നു. സുജാതേനെ ദൈവം സ്പർശിക്കുന്നു. സുജാതയ്ക്ക് ഞാൻ കാണുന്നത് ഒരു മോളുണ്ട്, ഏകദേശം 24 അടുത്ത് പ്രായമുള്ള ഒരു മോളെ കാണുന്നു. ആ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. മുകളിലോട്ടുള്ള വീട് പണി കംപ്ലീറ്റ്, അതാ വീട് പണി പൂർത്തിയാക്കാതെ കിടക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ആ കുടുംബത്തിന്റെ മേൽ യേശുവിനത് ബ്ലോക്കായി കിടന്നിരിക്കുന്ന നന്മയെ അടച്ചു വെച്ചിരിക്കുന്നതിനെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര് മാറട്ടെ, നിരാശകൾ മാറട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ വചനം പറയുകയാണ്, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നിങ്ങളെ ജയിക്കത്തില്ല. അതിന്റെ കാരണം ദൈവം ഭാവിയെ അറിയുന്നയാളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ വചനം ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം. ഈ വചനത്തെ ഫിറ്റ് ചെയ്യണം കൊണ്ടുപോയി. എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് അറിയാവോ? ഈ വചനം എഴുതപ്പെട്ട കാലഘട്ടം നമുക്ക് എന്നാന്നുള്ളത് എക്സാക്ട്ലി അറിയത്തില്ല.
ഏത് കൊല്ലമാണ് എഴുതപ്പെട്ടത്, ഈ എഴുതപ്പെട്ട സങ്കീർത്തനത്തിന്റെ ഉടമസ്ഥൻ ഏത് കാലഘട്ടത്തിൽ, നമുക്ക് ഏകദേശം ഒരു കണക്കുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇതെടുത്തുകൊണ്ട് 2024 നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫിറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന വിഷയം തുടങ്ങിയത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനുവരിയിലാണെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പം ആ ഒരു വെല്ലുവിളി എന്തും ആയിക്കോട്ടെ, ആ ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വന്നത് 2024. ഈ വചനം എഴുതപ്പെട്ടത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ വചനം ഞാൻ എടുക്കുകയാണ്. ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ജനുവരിയിൽ നടന്നൊരു പ്രശ്നം അല്ലെങ്കിൽ എന്തുവായിക്കോട്ടെ ഒരു വിഷയം, ഞാനത് നേരെ കൊണ്ടുവന്ന് ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ടത്, ഈ പ്രശ്നം എന്ന് തീരുവോ അന്നത്തെ ദിവസവും ഡേറ്റും സമയവും എൻ്റെ ദൈവത്തിന് കാണാപ്പാടമാണ്, ദൈവത്തിന് അറിയാം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് അത് അറിയാം. ആ അറിഞ്ഞത് കൊണ്ടാണ് ദൈവം എന്നോട് പറയുകയാണ്, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇത് എന്നോടാണ് എൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. ജനുവരിയിൽ തുടങ്ങിയ വിഷയം, ബ്രദറെ ആ വിഷയം ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. നമുക്കറിയത്തില്ല എന്ന് തീരുമെന്ന്. പക്ഷെ ദൈവത്തിന് അറിയാം. ആ അറിയാവുന്ന ദൈവം എന്നോട് പറയുകയാണ്, ഇനി നിങ്ങളിന്ന് കണ്ണടച്ച്, എന്നിട്ട് ഞാൻ ഈ പറയുന്നത്, ഈ വചനം ദൈവം സംസാരിക്കുന്നത് പോലെ ശ്രദ്ധിച്ചു നോക്കി. നിങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിന്റെ അകത്ത് സങ്കടപ്പെടുവാണ്, ഭയങ്കര ഭാരപ്പെട്ടിരിക്കുകയാണ്, എന്തോ ആയിക്കോട്ടെ, ഇന്ന് ദൈവം പറയുവാണ്, നീ ജീവനോടെ ഇരുന്ന് എൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. അപ്പൊ ഒരു ചോദ്യം, കർത്താവ് ഇത് എന്ന് തീരും? കർത്താവ് പറയും, എനിക്കറിയാം. ഉദാഹരണം ഞാൻ പറയാം. തമ്പുരാൻ പറയാണ്, ഡിസംബർ 5-ാം തീയതി തീരും. ഇത് കണ്ടോണ്ടാ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്നോട്, നീ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഇനി അടുത്തൊരു വാക്യത്തിലേക്ക് നമുക്ക് വരാം. പത്രോസ്ലീഹായോട് പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പത്രോസെ, നീ അപ്പോസ്തല പ്രവൃത്തി ഇറങ്ങുമ്പോൾ തന്നെ എവിടെയെങ്കിലും തകർക്കാൻ വേണ്ടി പിശാച് ഇരിപ്പുണ്ട്. അത് പത്രോസ്ലീഹായ്ക്കും അറിയാം. പത്രോസ്ലീഹായ്ക്കും അറിയാം, നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. പത്രോസിനെ തകർക്കാൻ വേണ്ടി ലൂസിഫർ ഇങ്ങനെ നിൽക്കുക. പക്ഷെ ആ ലൂസിഫർ നിൽക്കുമ്പോൾ ലൂസിഫറിന്റെ വീഴ്ചയും തകർച്ചയും കാണുന്ന യേശു, പത്രോസ്ലീഹ എത്ര ആയുസ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്ന് അറിയാവുന്ന യേശു, പത്രോസ്ലീഹ ഏതൊക്കെ സ്ഥലത്തിലൂടെ പോകുമെന്നുള്ളത് അറിയാവുന്ന യേശു പറയുകയാണ്, ഒരു ഗോപുരവും നിന്നെ ജയിക്കത്തില്ല. അപ്പൊ മനസ്സിലായോ? ഒരു ഗോപുരം നിന്നെ ജയിക്കത്തില്ല. അതിന്റെ ഉദാഹരണമാണ് പൗലോസ്ലീഹ യാത്ര ചെയ്തിരുന്ന കപ്പൽ ഈശാന മൂൽ എന്ന് പറയുന്ന ഒരു കാറ്റടിച്ച് തകർന്ന് പടകിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ നമ്മൾ എപ്പോഴും പറയുന്നത് അല്ലെ, രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ നശിച്ചുപോയി. പക്ഷെ പത്രോസ്ലീഹ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം തന്റെ ദൂതനെ വെച്ചിട്ട് പറയുകയാണ്, നീ കൈസർ മുമ്പിൽ നിൽക്കേണ്ടവനാ. അപ്പൊ ആ കൂടിയിരിക്കുന്ന ആൾക്കാർ നിങ്ങളോ ഞാനോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇവിടെ കര പറ്റുമോ എന്ന് പോലും അറിയത്തില്ല. കപ്പൽ ഓടിക്കുന്ന കപ്പിത്താൻ പറഞ്ഞത് നമ്മൾ മരിക്കുമെന്നാണ്. അപ്പോഴാ പൗലോസ്ലീഹ വന്നിട്ട് പറയുകയാണ്, എനിക്ക് നാളെ കൈസർ മുമ്പിൽ നിൽക്കാനുള്ളതാണ്. അവർ ചിന്തിച്ചാണ് പൗലോസ്ലീഹയ്ക്ക് എന്തോ മാനസികമായി ബുദ്ധിമുട്ട് പറ്റി. കാര്യം എന്തുവാ, ഏത് ദിശയിലോട്ടാണ് കപ്പൽ പോകുന്നത് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ പൗലോസ് പറയും, എൻ്റെ ദൈവത്തിന് അറിയാം എവിടെ കര പറ്റുമെന്നും എവിടെ നിൽക്കുമെന്നും എങ്ങോട്ട് പോകുമെന്നും. ഇപ്പൊ മനസ്സിലായോ? എൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ദൈവമാ. ദൈവം അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ വെച്ചത് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിന്നെ ഒന്നും ജയിക്കത്തില്ല. ഇപ്പൊ മനസ്സിലായോ? ഇനി മുതൽ വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു അത് കണ്ടോണ്ടാണ് തമ്പുരാൻ ഈ വചനം എഴുതിയിരിക്കുന്നത്. നിങ്ങളല്ല ആദ്യം വന്നത്, വചനം ആദ്യം. എൻ്റെ കൂടെ പറഞ്ഞ്, ഞാനല്ല ആദ്യം വന്നത്, എൻ്റെ പ്രശ്നമല്ല ആദ്യം വന്നത്, ദൈവവചനമാണ് ആദ്യം വന്നെന്ന് പറഞ്ഞു. ഞാനല്ല ആദ്യം വന്നു, ദൈവവചനമാണ് ആദ്യം വന്നത്. ദൈവവചനമാണ് ആദ്യം വന്നത്. ഞാനല്ല ആദ്യം വന്നത്, ആമേൻ. എന്റെ പ്രശ്നമല്ല ആദ്യം വന്നത്, നിങ്ങൾ ദൈവവചനമാണ്. ഓർക്കുന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് 2024 ഒരു പ്രശ്നം വന്ന് ബ്രദറെ എൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥന എന്ന് പറയും, ബ്രദർ ഇങ്ങനെ ഏതൊരു വാക്യം അങ്ങ് പറഞ്ഞു എന്ന് പ്രാർത്ഥിച്ചോടാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർത്ത് എന്നാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പ്രശ്നം വന്നപ്പോൾ പെട്ടെന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് എഴുതിയെടുത്ത ഒരു പേപ്പറിൽ താഴെ കിട്ടാന്നാണോ? അല്ല. നിങ്ങൾക്ക് കൂടിപ്പോ എത്ര വയസ്സ് കാണും? നമുക്ക് കൂടിപ്പോ എത്ര വയസ്സ് കാണും? 150 വയസ്സുള്ള ആരും നമ്മുടെ പ്രാർത്ഥനയിൽ ഇല്ലല്ലോ, അല്ലേ? എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ വചനം എഴുതപ്പെട്ടപ്പോൾ 2024 നിങ്ങളിത് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചേ, ദൈവം എന്നോട് സംസാരിക്കുമല്ലേ 2024. ഈ 2024, ഈ 2025-ലോ 26-ലോ 28-ലോ നിങ്ങൾ കേൾക്കുന്നുവെങ്കിലും ദൈവം എന്നോട് സംസാരിക്കുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് മുമ്പേ, എൻ്റെ പ്രശ്നങ്ങൾക്ക് മുമ്പേ തമ്പുരാൻ എനിക്ക് വേണ്ടി വചനത്തെ മുന്നമേ ഒരുക്കി വെച്ചത്, എൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കുന്ന ഒരേ ഒരു പദ്ധതിയേ ഉള്ളൂ, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും, ഒരു പാതാള ഗോപുരങ്ങളും എന്നെ ജയിക്കത്തില്ല.
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഈ വചനത്തെ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. നമ്മുടെ ചിന്തയിൽ നമ്മൾ പോകുന്ന വഴിക്ക് പിശാചനെ ഇരുട്ടത്ത് നിന്ന് പുറത്തടിച്ച് നമ്മൾ അതൊക്കെ കേട്ടോണ്ട് നടക്കുന്നത്. നമ്മുടെ ചിന്തയെ മൊത്തവും ഞാൻ പോകുന്ന വഴിയിൽ പിശാച് ഒളിച്ചിരിക്കുന്നു, ഒരു കമ്പോടിയായിട്ട് നിൽക്കുന്നു, എന്നെ ആക്സിഡന്റിൽ ഉന്തിയിട്ട് തല്ലിക്കൊല്ലുന്നു. ഇതൊന്നുമല്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന്റെ മേലെ അടുക്കത്തില്ല എന്ന യേശു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്നത് 2024 ജനുവരി മാസം ബ്രദർ എനിക്ക് ഈ വിഷയം വന്നത്. പക്ഷെ കർത്താവ് പറയുന്നത് 2024 ഈ വിഷയം വരുന്നതിന് മുമ്പേ തമ്പുരാൻ പറയും, ഒരനർത്ഥവും നിനക്ക് വരത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കൊരു പ്രശ്നം വന്നിട്ടല്ല ദൈവം സൊല്യൂഷനെ പറഞ്ഞിരിക്കുന്നത്, അതിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ടിയുള്ള സൊല്യൂഷനുകൾ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് നമ്മുടെ നടുവിൽ ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ ശക്തനാണ്. വലിയ കാര്യങ്ങളിലൂടെ ദൈവം നമ്മളെ, അപ്പൊ ഈ ദിവസങ്ങളിൽ വചനം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണം. നാളെ ഞാൻ ചോദിക്കും എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത്? ഫ്യൂച്ചറിലേക്ക് ഇത് ഫിറ്റ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ വചനം പറയുമ്പോൾ ഈ വചനം എനിക്കൊരു പ്രശ്നം വരുന്നതിന് മുമ്പേ വചനം വന്നതാ. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് വേണ്ടി തമ്പുരാൻ ഈ വചനത്തെ വെച്ചതാ. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഇതാണ് എൻ്റെ ഭാവി. എൻ്റെ ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നറിയാവോ? പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കത്തില്ലെന്ന. എന്താ എൻ്റെ ഭാവി? ഞാൻ ജീവനോടെ ഇരുന്ന് സാക്ഷ്യം പറയും. ബ്രദറെ, എന്നാലും ഒരു സംശയം, ഇതെന്താ കുഴപ്പം? ഞാൻ കുറച്ചും കൂടെ ആലോചിക്കുമായിരുന്നു, നമ്മുടെ പേരും കൂടെ ബൈബിളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? നമുക്ക് കുറച്ചും കൂടെ വിശ്വാസം വന്നേനെ. ഞാൻ ചിന്തിക്കുക. പക്ഷെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ അങ്ങനെ ഒരു ബുക്ക് തികയാത്തത് കൊണ്ടല്ലേ നിങ്ങളുടെ പേര് തമ്പുരാൻ എഴുതി വെച്ചാൽ. അന്നോളം എന്തോരം ബൈബിള് വേണ്ടി വന്നേനെ. ഇത്രയും കോടിക്കണക്കിന് നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട വചനത്തിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ പേരും കൂടെ ചേർത്ത് വെച്ചിരുന്നെങ്കിൽ ബൈബിള് നമ്മൾ എങ്ങനെ വായിച്ചെടുത്തേനെ? നിങ്ങൾ ആലോചിച്ച് നോക്കി. കോടിക്കണക്കിന് ആൾക്കാരുടെ പേരിന്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കണ്ടുപിടിക്കുന്നത് എളുപ്പമാണോ അല്ലയോ? പറ. കോടാനുകോടി ആൾക്കാരുടെ പേരുകൾക്കിടയിൽ നിങ്ങളുടെ പേര് എഴുതി ദൈവം വചനം വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ ഇല്ലയോ? എളുപ്പമല്ല. ഇത്രയേ ഉള്ളൂ. ആ എളുപ്പമല്ലാത്തത് കൊണ്ടാണ് കർത്താവ് സിമ്പിളായിട്ട് 66 പുസ്തകമായിട്ട് ചുരുക്കി തന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞിട്ടില്ലേ, പിള്ളേർക്ക് പുസ്തകം മേടിക്കുമ്പോൾ എന്ത് ചെയ്യും? എന്തുകൊണ്ടാണ് സ്കൂളിൽ അച്ചടിക്കുന്ന പുസ്തകങ്ങൾക്കകത്തൊന്നും പഠിക്കാൻ പോകുന്ന എല്ലാ പിള്ളേരുടെയും പേര് വെച്ച് അച്ചടിയാത്ത? നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് പൊതിഞ്ഞിട്ട് ഒരു ലേബലൊക്കെ ഒട്ടിച്ച് പിള്ളേരുടെ പേര് എഴുതും. അപ്പൊ ഒരു ചോദ്യം, ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഓരോ പിള്ളേരുടെയും പേരിൽ അടിക്കാത്തത്? നഷ്ടമാണ്. അല്ല, ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരിൽ എല്ലാ വർഷവും അടിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് ഈ പുസ്തകം കൊടുത്തിട്ട് നിങ്ങളൊരു ലേബൽ ഒട്ടിച്ചിട്ട് പേരെഴുതുക. ഇത് തന്നെ മതി. ഈ വചനം പറയുമ്പോൾ ഇത് എന്നോടാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇത് എന്നോടാണ്. കോടിക്കണക്കിന് പേരുള്ള ഒരു ബുക്കിന്റെ അകത്തുനിന്ന് എൻ്റെ പേര് തപ്പിയെടുക്കുന്നതിനേക്കാൾ എളുപ്പം ഈ 66 പുസ്തകങ്ങൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് എന്നോട് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. എൻ്റെ ഭാവിയെ നോക്കി തമ്പുരാൻ എന്നോട് സംസാരിച്ചത്. ഇത് ഞാനൊരു ലേബൽ ഒട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് എന്നോട് തന്നെയാ. ഞാനൊരു ലേബൽ മേടിച്ചൊട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ. നെയിം, സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പിള്ളേർക്കൊക്കെ ഒട്ടിക്കാറില്ലേ? പുസ്തകം നമ്മുടെ തന്നെയാ. പക്ഷെ ഗവൺമെന്റ് അച്ചടിച്ചപ്പോൾ അതിനകത്ത് എൻ്റെ പേരില്ലെന്നേ ഉള്ളൂ. പക്ഷെ അത് എൻ്റെ പേര്, അത് എൻ്റെ ബുക്കാണ്. അതേപോലെ തന്നെ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് എഴുതി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്ന് അനുഭവിക്കുവാൻ, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ആൽഫി എന്നുള്ള അവസാനത്തെ പേര് കാണുന്ന ഒരു വ്യക്തിയെ ഞാനിപ്പോൾ കണ്ടു. ആ പേര് ഞാൻ കണ്ടു. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു 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 നിയോഗം പോലെ വന്നു. ഷിജു ആൽഫി എന്നാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ഷിജു ബ്രദർ ആണോ? അല്ലല്ലോ, അത് ഷിജു ബ്രദർ ആണോ? അത് ഷിജു ആൽഫി എന്നിട്ടേക്കുന്ന ഷിജു ബ്രദർ തന്നെയാണത്? അല്ലല്ല, എന്റെ പേര് ഷിജു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ഞാൻ ഷിജു ആൽഫി എന്നാണ്. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് ആ പേര് ആൽഫി എന്നുള്ള പേരാണ് വന്നത്. ഞാൻ നോക്കി പിന്നെ അത് ഷിജു ആൽഫി എന്ന് കിടപ്പുണ്ട്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ ഓക്കെ അയച്ചിട്ടുണ്ട്. ഷിജു ആൽഫി എന്നിട്ടുണ്ട്. ഇറ്റ്സ് മീ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തേക്കുന്നത്.
ഞാൻ അൺമ്യൂട്ട് മാറ്റുന്നില്ല. ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് പ്രിയ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപ ഇന്ന് ആ കുടുംബത്തിന് മേൽ ചൊരിയുന്നല്ലോ. ഞാനൊരു കാഴ്ച കാണുവാണ്. 2 പേപ്പറിന്റെ അകത്ത് എഴുതപ്പെട്ടതിൻ്റെ അകത്ത് ഒരു പേപ്പർ കത്തിക്കരിഞ്ഞു പോയിട്ട് ഒരു പേപ്പർ നിലനിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഏതോ ഒരു കാര്യം ക്യാൻസലായിട്ട്, നിങ്ങൾക്ക് വേണ്ടി അത് ക്യാൻസലായിട്ട്, ഏതോ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഏതോ ഒരു പേപ്പർ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ ഒരു ക്യാൻസലേഷൻ നടക്കും, ഒരു അപ്രൂവൽ നടക്കുന്ന ഒരു കാഴ്ച കർത്താവിനോട് പറയുന്നു. ഈ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ ഒരു ബ്ലെസ്സിങ്ങിന്റെ മേഖലയെ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആൾക്ക് വേണ്ടി തന്നെ ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളെ ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ വ്യക്തിയോട് തന്നെ ഞാൻ പറഞ്ഞത്, ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവേ, അങ്ങ് ആ കുടുംബത്തെ സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. കുടുംബത്തിന്റെ മേൽ വലിയ ദൈവപ്രവൃത്തിയെ ചെയ്യുന്നതിന് നന്ദി പറയുന്നപ്പോൾ ഈ ദിവസം ഏറ്റെടുത്തോണം. എന്നോട് പറയുന്നത്, ഈ ദിവസം കർത്താവ് ഒരു പേപ്പർ നിങ്ങൾക്ക് വേണ്ടി അപ്രൂവൽ ചെയ്യുന്നു. ആ ഒരു പേപ്പർ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്ലെസ്സിങ്ങിനെ തമ്പുരാൻ തുറക്കും. അതിനോടൊപ്പം തന്നെ ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു സൈനായിട്ട് ദൈവം കാണിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാർത്ത കേൾക്കും. ആ വാർത്ത ഒരു സന്തോഷത്തിന്റെ വാർത്തയാണ്. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്നോട് ഭർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ഒരു പേപ്പർ അത് ക്യാൻസൽ ആകും, പക്ഷെ അത് ക്യാൻസൽ ആകുമ്പോൾ നിരാശപ്പെടരുത്. കർത്താവ് ഒരു അപ്രൂവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ ഇങ്ങനെ നേരെ നീട്ടിപ്പിടിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. ഇൻ ദ നെയിം എന്നിട്ട് എൻ്റെ കർത്താവ് ഈ ജസ്റ്റ് എന്നുള്ള പേരെന്ന് കുറിച്ചിട്ട് വേണം. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യും കേട്ടോ. ഓക്കെ പാസ്റ്റർ. ആക്ച്വലി എന്റെ ഹസ്ബൻഡ് ഇവിടെ ബിസിനസ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്റെ ഹസ്ബൻഡിന് ഇവിടെ ബാൻ വന്നിരിക്കുന്നതാണ് ദുബൈയില്. ഞാൻ 17 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. ഇന്ന് വരെ പേപ്പർ മൂവ് ആയിട്ടില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും ലീഗലി ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് വലിയൊരു അത്ഭുതം സിസ്റ്റർ ചെയ്യാൻ പോകട്ടെ. വലിയൊരു അത്ഭുതം. എനിക്ക് അറിയത്തില്ലേ, പെട്ടെന്ന് ഇങ്ങനെ പാട്ടുന്ന സമയത്ത് പെട്ടെന്ന് ആൽഫിക്ക് വേണ്ടി ഞാൻ ആൽഫി എന്നുള്ള അപ്പം പെട്ടെന്ന് ഞാൻ സെർച്ച് ചെയ്യും. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു പേരുണ്ട്. ഞാൻ സെർച്ച് കാരണം വെച്ചാൽ ഇത്രയും ആൾക്കാർ 436 പേരിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് സെർച്ച് ചെയ്തപ്പോൾ സിസ്റ്റർ പേരുണ്ട്. ദൈവാത്മ പറഞ്ഞത് ആ ഒരു ഒരെണ്ണം ക്യാൻസൽ ആകും. നിങ്ങൾക്ക് എതിരെ ഉള്ളത് പേപ്പർ എനിക്കറിയാം എങ്ങനെ കർത്താവ് ക്യാൻസൽ ആയിട്ട് അത് കത്തിപ്പോവുക. അത് ക്യാൻസൽ ആയി പോയിട്ട് ഒരു പേപ്പർ അപ്രൂവൽ കയറി വരുന്നു. അതിനുവേണ്ടി ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് അതിനുവേണ്ടി ഇടപെടുത്തു. യേശുവിന്റെ നാമത്തിൽ അത് നോട്ട് ചെയ്തു. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സെപ്റ്റംബർ എന്ന് പറഞ്ഞ മാസമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി എന്ന് കാണുവാനും ഇടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കേൾക്കുന്നുണ്ടോ? ഇത് നോട്ട് ചെയ്ത് വെച്ചോണം. ഞാൻ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് നേരത്തെയും എന്റെ ഹസ്ബൻഡിന്റെ പേര് ഇങ്ങനെ ബ്രദർ പറഞ്ഞിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്റെ ഹസ്ബൻഡിന്റെ പേര് ആൽഫി എന്നാണ്. എന്റെ പേര് ഷിജു ആണ്. എന്റെ ഹസ്ബൻഡിന്റെ പേര് നേരത്തെ ഒരിക്കൽ ഇങ്ങനെ വെളിപ്പെടുത്തിയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഹസ്ബൻഡ് ഒരു വീണ ആക്സിഡന്റ് പറ്റിയിട്ട് പാരലൈസ്ഡ് ആയിരുന്നു. 2014 ആക്സിഡന്റ് പറ്റിയത്. പുള്ളി നാട്ടിലാണ്. എന്റെ പേര് ഷിജു എന്നാണ്. ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു വാട്സാപ്പിൽ. പക്ഷെ പാസ്റ്റർ ബ്രദർ നോക്കിയിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞല്ലോ സിസ്റ്റർ, നമ്മള് ഈ പ്രയർ റിക്വസ്റ്റ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കത് എന്താ പറഞ്ഞത്, ഇപ്പോഴും നമുക്ക് ഒരു ഇതായിട്ട് നിൽക്കുവാണ്. പക്ഷെ സാരമില്ല, ഇപ്പൊ ദൈവം ഇടപെട്ടല്ലോ. പ്രയർ റിക്വസ്റ്റ് ഞാൻ ചിലപ്പോൾ അത് കണ്ട് ഇനിയിപ്പം ഞാൻ പലപ്പോഴും ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, പലപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പ്രയർ റിക്വസ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്കത് കണക്ട് ചെയ്ത് ഞാൻ കുറേ ശ്രമിച്ചു, കുറേ ആൾക്കാർക്ക് റിപ്ലൈ ചെയ്തു, എന്നിട്ട് പോലും തീരുന്നില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, ദൈവം ഇടപെട്ടത് കണ്ടില്ല സിസ്റ്റർ. എന്നാ സിസ്റ്റർ അയച്ചത്? എത്ര നാൾ മുമ്പ് അയച്ചത് അത് പ്രയർ റിക്വസ്റ്റ്? എത്ര മുമ്പ് വെച്ച് സിസ്റ്റർ അയച്ച? എന്തായാലും സിസ്റ്റർ അത് ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുകയാണ്. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകണം. അപ്പൊ ഞാൻ പലപ്പോഴും നമ്മൾ ഈ വചനം ഇവിടെ കേൾക്കും. ഞാൻ വെറുതെ
നമ്മളിവിടെ വചനം കേൾക്കുക മാത്രമല്ല, അതിനെ അനുഭവിക്കുക. ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, വചനത്തെ ഫിറ്റ് ചെയ്തോണം. എൻ്റെ ദൈവം ഇന്ന് മുതൽ ഒരു ലേബൽ മേടിക്കുന്നത് പോലെ, പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ, ഇന്നും എനിക്കത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ലേബൽ മേടിച്ച് നെയിമും സ്റ്റാൻഡേർഡ് എന്നൊക്കെ എഴുതുന്നത് പോലെ ഒരു ലേബൽ അങ്ങ് മേടിച്ചിരുന്നു. എന്നിട്ട് ഇനി എന്താ ലേബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബൈബിളിലോട്ട് ആ വാക്യം എടുത്ത് എഴുതുമ്പം അവിടെ പേരെന്ന് എഴുതിക്ക്. ഞാനെന്നുള്ള സാധനം വെട്ടിയിട്ട് നിങ്ങളുടെ പേരെഴുതിയിട്ട് പറയണം. ഞാനിപ്പോൾ എൻ്റെ പേര് പറയാം, നിഖിൽ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ ഞാൻ സാക്ഷ്യം പറയും. ഇപ്പം മനസ്സിലായോ? ഇതാണ് എൻ്റെ ഭാവിയെ തമ്പുരാൻ. ഒന്നുകൂടെ ഞാൻ പറയാം, അത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചോണം. എൻ്റെ പ്രശ്നം വരുന്നതിന് മുമ്പേ വചനം വന്നു കഴിഞ്ഞു. ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ രോഗം വരുന്നതിന് മുമ്പേ സൗഖ്യം വന്നു കഴിഞ്ഞു. നിങ്ങൾക്കൊരു പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ വചനം വന്നു. ഓൾറെഡി വചനം വന്നു. ഒരു പ്രശ്നം വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ആലോചിച്ചിട്ട് ഇന്നാ പിടിച്ചു ഒരു വചനം എഴുതി വിട്ടതല്ല. ഈ പ്രശ്നത്തിന് മുമ്പേ നിങ്ങളുടെ വചനം വന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന്റെ അവസാനം അത്ഭുതമാണ്. ഹല്ലേലൂയ. എനിക്ക് ഇതിൻ്റെ അകത്ത് കെസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേര് ദൈവാത്മ വെളിപ്പെടുത്തുവാണ്. കെസ്റ്റർ, സൂമിലാണോ ലൈവിൽ എനിക്കറിയത്തില്ല. കെസ്റ്റർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഒരു ഇങ്ങനെ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ചയാണ്. കെസ്റ്റർ എന്നാണ് പേര്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സ്പർശിക്കുന്നല്ലോ. എസ്റ്ററിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഇന്ന് ലൈവിലായിക്കോട്ടെ സൂമിലായിക്കോട്ടെ ആ കുടുംബത്തെ കർത്താവ് ഇന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അനർത്ഥങ്ങൾ വിട്ടൊഴിയുന്നു. ഈ വചനം തന്നെയും പിന്നെയും കേട്ടോണം. ജീവനോടെ ഇരുന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ചോണം. ആരാന്ന് എനിക്കറിയത്തില്ല, ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയ പ്രവർത്തികളെ അനുഭവിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇനി മുതൽ എന്തേലും ഒരു പ്രശ്നം വരുമ്പോൾ ഓർത്തോണം, ഓടിപ്പോയി ഈ പ്രശ്നത്തിന് മുമ്പേ വചനം ഉണ്ടോ നോക്കിക്കോണം. ഇപ്പൊ നിങ്ങൾ ബൈബിൾ വായിക്കുന്നപ്പോൾ രീതി തന്നെ മാറിയില്ല. ഇപ്പം ഇത്രയും നാൾ നമ്മൾ ഓർത്തോണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിക്ക് ഒരു മതമുണ്ട്, മതത്തിന് ഒരു നേതാവുണ്ട്, ആ നേതാവിന്റെ പുസ്തകമാണ് ബൈബിൾ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? എൻ്റെ ദൈവം, എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി, എനിക്ക് മുമ്പേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടിയുള്ള സ്വത്തുവകകൾ എഴുതി വെച്ച പുസ്തകമാണ് ബൈബിൾ. ഇപ്പൊ മനസ്സിലായോ? അതുകൊണ്ട് തിരിച്ചറിഞ്ഞോണം, എനിക്ക് മുമ്പേ എനിക്ക് മുമ്പേ എനിക്ക് മുമ്പേ വചനം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആ കൈ എന്നെടുത്ത് രോഗമുള്ള ഭാഗത്തോട്ട് വെച്ച് യേശുവേ ആരാധന പറയാൻ വേണ്ടിയാണ് നമ്മൾ നീട്ട് മാറ്റിയത്. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഈ നിമിഷം രോഗത്താൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ തന്നെ ബിന്ദു സഹോദരി ആ വചനം എഴുതിയിട്ടുണ്ട്. ബിന്ദു ജീവനോടുള്ള ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കുക. ഇതേപോലെ ബിന്ദു സഹോദരി, ബിന്ദു ജോൺ സഹോദരി അത് ഇട്ടിട്ടുണ്ട്. അത് അങ്ങനെ വേണം എഴുതാൻ. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ ആരായി ഞാൻ? എനിക്കറിയത്തില്ല. ലേബല് പുസ്തകത്തെ ഏതെങ്കിലും പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ടോ? എൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ടോ? ഇല്ല. ആ പുസ്തകത്തിൽ എഴുതുമ്പോൾ ഒരു പേരെഴുതി വെക്കാറുണ്ട്. അതേപോലെ നിങ്ങളുടെ പേരെഴുതി വേണം വചനം പറയാൻ. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ സാക്ഷ്യം കണ്ടിരിക്കും, നിങ്ങൾ സാക്ഷ്യം പറഞ്ഞിരിക്കും. കാരണം നിങ്ങളുടെ സ്വന്തമായി കഴിഞ്ഞു ആ വചനം. ആ വചനം ഇന്നലെ വരെ ബൈബിളിൽ എഴുതപ്പെട്ട ഒരു വാക്യമാണെങ്കിൽ, നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ പേരെഴുതിയത് ആ നിമിഷം മുതൽ നിങ്ങളുടെ സ്വന്തമായ വചനം മാറിയിരിക്കുന്നു. നിങ്ങളുടെ ഭാവിയായ വചനം മാറിയിരിക്കുന്നു. നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനുമായിട്ട് ആ വചനം ചേർന്നിരിക്കുന്നു. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അലക്സ് പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. അലക്സ് പോൾ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ ഈ പറയുന്ന പേരുകളൊക്കെ ശ്രദ്ധിച്ചോണം, അടയാളങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു പേര് കൊണ്ട് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കരുത്. അതിലൂടെ ബാക്കി വരുന്ന അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞാൻ കാണുന്നത് ഇഷ്ടിക കട്ട കൊണ്ട് ആ ഒരു ഡിസൈൻ ആണെന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടികയുടെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ വച്ചിരിക്കുന്ന ഒരു വീട് ഞാൻ കാണുന്നു. പക്ഷെ അത് തേക്കാത്ത ഒരു വീട് പോലെയല്ല, ആ ഇഷ്ടികയുടെ ഒരു ഡിസൈൻ പോലെയോ അതിങ്ങനെ കണ്ടേക്കുന്ന ഒരു വീട് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ വലതുവശത്തായിട്ട് തന്നെ, ആ വീടിൻ്റെ വലതുവശത്തായിട്ട് തന്നെ ഒരു പുളി, ഈ ചെറിയ മറ്റേ നീണ്ടിരിക്കുന്നതല്ല, ഈ നമ്മുടെ ഉരുണ്ടിരിക്കുന്നതായിട്ടുള്ള അങ്ങനത്തെ ഒരു പുളി പോലത്തത് മരം നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ഒരു വെള്ളം നിൽക്കുന്ന പോലെ ഒരു സ്ഥലമായിട്ടാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയൊരു
പ്രവൃത്തി ഇന്ന് ആ ഭവനത്തിലേക്ക് വരുന്നു. അതിനോടൊപ്പം തന്നെ ചേർന്ന് തന്നെ ഒരു നായുടെ കൂടും ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു ഭവനത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഭവനത്തിന്റെ മേലേക്ക് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ഇന്ന് കർത്താവ് അയക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആ അടുക്കള വശത്തെ ഡോറ് തുറന്നാൽ പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാഴ്ച ഞാൻ കാണുന്നതാണ് ഞാൻ പറയുന്നത്. ആ ഭവനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവത്തിന്റെ കർത്താവ് അയക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. സിസ്റ്റർ, ഞാൻ ഈ സുനിത സതീഷ് എന്നുള്ള പേര് ഞാൻ കാണുന്ന ആ സഹോദരിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം സുനിത സതീഷ് എന്നുള്ള പേരാണ് ഞാനിവിടെ കാണുന്നത്. ആ സഹോദരിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. എനിക്കറിയത്തില്ല, കർത്താവ് എന്നെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുന്ന ഒരു ആൺകുഞ്ഞിന്റെ രൂപം പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നല്ലോ. എല്ലാ പ്രതികൂലങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. ഹാലലൂയ, ഹാലലൂയ. എന്നോട് കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എന്നോട് കർത്താവ് പറയുകയാണ്. 7 മാസവും 7 വർഷവുമായിട്ട് വീടിൻ്റെ അകത്ത് കയറിക്കൂടിയ നാശം കുലയ്ക്കാൻ നോക്കുന്ന സകല വിഷയത്തെയും കർത്താവ് ഇന്ന് പുറത്താക്കുവാണ് യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ ഒരു അടയാളം എന്ന പോലെ കർത്താവിൻ്റെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് കയറി വരുന്ന ആ ഒരു കയറി വരുന്ന വഴിയുമായി ബന്ധപ്പെട്ട് ആ കയറി വരുന്ന വീടിനോട് ചേറി വരുന്ന വഴിയുടെ തൊട്ടടുത്ത് തന്നെ ഈ ദിവസങ്ങളിൽ ഒരാൾക്കൂട്ടത്തെ കാണുന്ന പോലെ ആൾക്കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. അതായത് വീടിൻ്റെ അങ്ങോട്ട് കയറുന്നിടത്ത് തന്നെ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണും. എന്തോ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു വിഷയം പോലെ ഉണ്ടാകുന്ന ഒരു കാഴ്ച. നിങ്ങളുടെ വീടുമായിട്ട് ബന്ധമല്ല അതിന്. ആ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ വാതിക്കയിൽ ആള് കൂടി നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്ന ദിവസം മുതൽ നിങ്ങളുടെ ലൈഫിൽ കർത്താവിൻ്റെ പ്രവർത്തികൾ കൺമുമ്പിൽ കാണാൻ തുടങ്ങുന്ന ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ആള് കൂടുന്നത് നിങ്ങളുടെ വീട്ടിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഒരു ദിവസം നിങ്ങൾ വീട്ടിലോട്ട് കയറി വരുന്ന വഴിക്ക് വാതിക്കൽ, വീടിന്റെ വഴിയുടെ അവിടുന്ന് വീട്ടിലോട്ട് കയറുന്ന ആ വാതിക്കൽ ആളുകൾ കൂട്ടമായി നിൽക്കുന്ന ഒരു കാഴ്ച. വെറുതെ ആളുകൾ വർത്താനം പറഞ്ഞ് നിൽക്കുകയല്ല, ആളുകൾ കൂട്ടമായി നിൽക്കുന്ന ഒരു കാഴ്ച. നിങ്ങൾക്ക് ആളുകളെ തിങ്ങി മാറ്റി വീടിൻ്റെ അകത്ത് ഇങ്ങോട്ട് വഴിയിലോട്ട് കയറേണ്ട രീതിയിൽ ആളുകൾ കൂടി നിൽക്കുന്ന മറ്റൊരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആളുകൾ കൂടുന്നത്. അന്നത്തെ ദിവസം മുതൽ ഒരു അടയാളത്തെ കർത്താവിനെ കാണിക്കുന്നു. കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ കാണാൻ ഇടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ എന്ന് അനുഗ്രഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചു. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാൻ അവിടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. സിസ്റ്റർ ഏറ്റെടുത്തോ കേട്ടോ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. നിരാശകളെ ആ വർഷങ്ങളായിട്ടുള്ള ഭാരമായി കയറിക്കൂടിയത് കർത്താവ് എടുത്ത് മാറ്റിയോട്ടെ. അടയപ്പെട്ടൊരു ഭാവി ഉണ്ടായിരുന്നു മുമ്പിൽ. ഒത്തിരി തവണ രക്ഷപ്പെടാൻ നോക്കിയിട്ടും കരകയറാൻ പറ്റാതെ ഒന്നിന് പുറകെ ഒന്നായിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന മൊത്തത്തിൽ ഇരുട്ട് മൂടിയൊരു അന്തരീക്ഷമാണ്. എന്നോട് തമ്പുരാൻ പറയുന്നു, നിങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥകളെ തന്നെ കർത്താവ് എടുത്തു മാറ്റും യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തിയെ അങ്ങ് ചെയ്യുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് നിറയുന്നല്ലപ്പാ. ഞങ്ങളുടെ വലിയ പ്രവൃത്തിയെ നിറയ്ക്കുന്നല്ലപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ ചെയ്യുന്നതിന് നന്ദി പറയുന്നപ്പാ. താങ്ക് യു ഹോളി. ഞാനൊരു പാസ്പോർട്ടിന്റെ ഒരു നമ്പർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 9311 എന്ന് തുടങ്ങുന്നതല്ല, ഈ നമ്പറുകളുള്ള ഒരു പാസ്പോർട്ട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നെ കാണിക്കുന്ന ആ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു നമ്പർ ദൈവാത്മാവിനെ വെളിപ്പെടുത്തുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാവരും നോക്കണം, ചെക്ക് ചെയ്തോണം, എല്ലാം ചെക്ക് ചെയ്തോണം, അടയാളങ്ങൾ ശ്രദ്ധിച്ചോണം.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാനൊരു കാഴ്ച കാണുന്നു. ഈ പാക്കറ്റിന്റെ അകത്ത് സാധനങ്ങളെ കൊണ്ട് നടന്ന് വിറ്റതിന് ശേഷം ഞാൻ കാണുന്ന അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. ആ വ്യക്തി ആ ആ ഒരു ബാഗിന്റെ അകത്ത് ഈ ഗോൾഡ് കളറല്ല, ചില ഗോൾഡ് പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഫ്രെയിമുള്ള ഒരു കണ്ണട ആ ഒരു ബാഗിന്റെ അകത്ത് സൂക്ഷിക്കുകയും ആ കണ്ണടയ്ക്കകത്ത് തന്നെ മലയാളത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കണ്ണാടിക്കടയുടെ പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ഏതാ പാസ്പോർട്ടിന്റെ നമ്പര്? പാസ്പോർട്ടിന്റെ നമ്പര്? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. നിങ്ങൾ ഈ സമയത്ത് ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞു തീർന്നതിന് ശേഷം നമ്മൾ സംസാരിക്കണം. വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഓവർഫ്ലോ നമ്മുടെ നടുവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ മ്യൂട്ട് മാറ്റല്ലേ, ഒന്ന് ശ്രദ്ധിച്ചോണേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ. എല്ലാവരും ഏറ്റെടുത്തോണം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നമ്മളോട് സഹോദരി ഇട്ടിട്ടുണ്ട്, ജോളി സഹോദരി ആ നമ്പർ ഇട്ടിട്ടുണ്ട്, നോക്കിയോണം. പാസ്പോർട്ടിൽ പറഞ്ഞ നമ്പർ, ആ നമ്പറുമായിട്ട് ആ നമ്പറുള്ള ആളാരാണോ ആള് നോക്കിയോണം. എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഫ്ലോ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു പ്രാർത്ഥിച്ചോണം. കർത്താവ് നമ്മളോട് ഇടപെടുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാവരോടും പ്രവചിക്കണമെന്ന് ദൈവാത്മാവിൽ ഞാൻ പക്ഷേ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് കാണുന്നത്. ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് വചനം കൊണ്ടായിരിക്കും ദൈവം ബലപ്പെടുത്തിയിരിക്കുന്നത്, ചിലർക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കും, ആലോചനയായിരിക്കും, സൗഖ്യമായിരിക്കും. പലർക്കും വ്യത്യസ്തമായതുകൊണ്ടാണ് പല രീതിയിൽ കർത്താവ് ഇടപെടുന്നത്. പ്രാർത്ഥിച്ച് യേശുവേ ആരാധന. എല്ലാവരും പ്രാർത്ഥിച്ചു. എനിക്കറിയാം നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റുകൾ നമുക്കുണ്ടാകും. അല്ലെന്ന് ശ്രദ്ധിക്കുക. കർത്താവ് എല്ലാവരും പ്രാർത്ഥിച്ചു. ഓ യേശുവേ. ഞാൻ ഈ ചേർപ്പങ്കൽ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണെന്ന് എനിക്കറിയാം. ചേർപ്പങ്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്കറിയാം. പക്ഷേ ചേർപ്പങ്കൽ എന്ന് പറഞ്ഞൊരു വീട്ടുപേരാണ് ഞാനിപ്പോൾ കാണുന്നത്. സ്ഥലമുണ്ടെന്ന് എനിക്കറിയാം ചേർപ്പങ്കൽ, പക്ഷെ ചേർപ്പങ്കൽ എന്നൊരു വീട്ടുപേര് ഞാൻ കാണുന്നു. സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ വീട്ടുപേരുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നു. ആ വീടിൻ്റെ അകത്ത് പ്രായമായ ഒരു മാതാവ് ഇരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ആ കുടുംബത്തിൽ തലമുറകളുടെ വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടാൻ വേണ്ടി പോവാണ്. അവരുടെ ഭാവിയെ അടച്ചു വെച്ചേക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളെ ഞങ്ങൾ ഇപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് തൊടുന്നല്ലോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നല്ലോ. വിശാലമായ വാതിലുകൾ തുറന്നു വരട്ടെ. ഈ നിമിഷം ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഞാനൊരു ഭവനം കാണുന്നു. ആ ഭവനത്തിൻ്റെ അകത്ത് കയറി വരുമ്പോൾ തന്നെ യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ ഒരു വചനം എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭവനം ഞാൻ കാണുന്നു. ഇതാ എന്ന് തുടങ്ങുന്ന, ഈയിൽ തുടങ്ങുന്ന ഒരു വാക്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന യെശയ്യാവിലെ ഒരു വാക്യം എഴുതപ്പെട്ട ഒരു ഭവനം ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലതും വിശാലതുമായിട്ടുള്ള വാതിൽ തുറന്നു വരട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ച് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഏത് പ്രശ്നത്തിലായിരുന്നാലും ഇതിന് ശേഷം ഇനി മുന്നോട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്കിനി വ്യക്തിപരമായുള്ള പ്രാർത്ഥനകൾ എത്രത്തോളം പ്രാവർത്തികമാണെന്ന് അറിയത്തില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കൂട്ടായ്മയുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി. മറ്റേത് ശക്തിയില്ലെന്നല്ല, നമ്മൾ ഒരുമിച്ച് ഇത്രയും പേര് പരസ്പരം പ്രാർത്ഥിക്കുവാണ്. ഈ നിമിഷം ഏത് ഭാരത്തിരുന്നാലും നാളെ അടുത്ത ദിവസം എക്സാം ഉള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിരാശ വരത്തില്ല, ജയമുണ്ടാകും, സൗഖ്യം നടക്കും. നമ്മുടെ അവകാശമാണ്. ഞാൻ പറഞ്ഞില്ല, ജീവനോടെ ഇരുന്ന് രോഗം വന്ന് മരിച്ച് തകർന്നു പോകുന്നത് തമ്പുരാന്റെ പ്ലാനിലില്ല. തമ്പുരാന്റെ പ്ലാനിലില്ല. കിടക്ക എടുത്ത് നിങ്ങൾ എത്ര പ്രായമായിക്കോട്ടെ, നിങ്ങൾക്ക് ഇനി 100 വയസ്സായിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കിടക്കത്തില്ല. നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് ദൈവം എന്നെ നടത്തണമെന്ന്. ദൈവം നടത്താൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ നടക്കുമെന്ന് പറയണം, ഞാൻ ദീർഘായുസോടെ ഇരിക്കുമെന്ന് പറയണം, ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരിക്കുമെന്ന് പറയണം, ഒരു മരുന്നും കൂടാതെ ഞാൻ ജീവിക്കുമെന്ന് പറയണം. നിങ്ങളൊന്ന് പറ, ദൈവം കൂടെ നിൽക്കും. അല്ലാതെ നമ്മുടെ ചിന്തയിൽ ദൈവം നടത്തട്ടെ. ദൈവം നടത്തണമെങ്കിൽ നാം ദൈവത്തോട് പ്രതികരിക്കണം. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അപ്പൊ ആരും
സൗണ്ട് ഇല്ല ബ്രദറെ. നോ സൗണ്ട്. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല ബ്രദറെ. ബ്രദറെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. സൗണ്ട് ഇല്ല. എല്ലാവർക്കും സൗണ്ട് ഇല്ല. എല്ലാരും മിണ്ടാതിരിക്കേ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എവിടെ ബ്രദറെ മുതലാണ് കേൾക്കുന്നുണ്ട്. എവിടെ മുതലാണ് കട്ടായത്? ഓക്കെ, എവിടെ മുതലാണ് കട്ടായത് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഏത് ഭാഗം വെച്ചാണ് പോയത് എനിക്ക് അറിയത്തില്ല. പ്രാർത്ഥന സമയത്താണ് എനിക്ക് അറിയത്തില്ല. എങ്കിലും ആ പ്രാർത്ഥന ഒരു അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ പോകാം. ആർക്കെങ്കിലും ഈ സമയത്ത് സാക്ഷ്യങ്ങളോ ആലോചനകളോ ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ചുരുക്കം വാക്കിലുള്ളവർ പറയാൻ ശ്രമിക്കണം നല്ല നിങ്ങൾ പറയണം. നീട്ടി പറയരുത്. നമുക്ക് സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റുകൾ പറയുന്നത് ഞാൻ തുടക്കത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇനി ഒരു സംശയം വേണ്ട. ഇനി വചനം കേട്ട് ബലപ്പെട്ടാൽ മാത്രം മതി. ധൈര്യമായിട്ടിരിക്കുക. ഈ സമയത്ത് നമുക്ക് ആരെങ്കിലും ഉണ്ടവർ, സാക്ഷ്യമുള്ളവർക്ക് നിങ്ങൾക്ക് പറയാം. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയാൻ പോകണം. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാൽ മതി. ബ്രദറെ, കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. എന്റെ മോൻ വിളിക്കുന്നില്ലെന്ന്. സാഞ്ചു അവൻ ഇന്നലെ എന്നെ വിളിച്ചില്ല, എന്റെ മോളെ വിളിച്ചു. അവൾ തമ്മിൽ സംസാരിച്ചു. അവന് ഇപ്പോൾ ആശുപത്രിയിലാണ്, സുഖമില്ല. പക്ഷെ ഇന്നത്തെ വചനം എന്റെ മകന് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ദീർഘായുസോടെ ദൈവത്തെ ആരാധിക്കും. ഈ വചനത്തിന്റെ ശക്തി, ഇന്നത്തെ വചനം എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയുള്ളതായിരുന്നു. ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ മകൻ വിളിച്ചതിന് 1000 നന്ദി. പ്രാർത്ഥിച്ച ബ്രദറിനും തീർച്ചയായും പറയാം. എന്റെ കുറെ ദിവസമായി ഭാരപ്പെടുന്ന നാളുകളായിട്ട് മകൻ വിളിക്കുന്നില്ലായിരുന്നു. പക്ഷെ കർത്താവിന് കുറവേല പ്രാർത്ഥനയ്ക്ക് ശേഷം വലിയ റിസൾട്ട് ഉണ്ടായി. മകൻ വിളിക്കാൻ ഇടയായി തീർന്നു. ഒരു വലിയൊരു അടയാളം തന്നെയാണ്. കർത്താവ് അങ്ങ് ഇടപെട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു. ഞാന് കുറച്ച് ദിവസം മുമ്പ് കയറാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്റർ ഷൈനെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് എന്റെ ഫ്രണ്ടിന്റെ മോനായിരുന്നു. ഞാനത് പറഞ്ഞിരുന്നു. അതുപോലെ മോളി എന്ന് പറഞ്ഞൊരു സണ്ണി മോളി എന്ന് പറഞ്ഞൊരു ബ്രദറിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് ആരും പ്രതികരിച്ചില്ല. പക്ഷെ ഞാനത് യൂട്യൂബിൽ നിന്നാണ് കേട്ടത്. പക്ഷെ അത് എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടും വൈഫും ആയിരുന്നു. എന്റെ ഫ്രണ്ട് അവരുടെ കൂടായിരുന്നു താമസിക്കുന്നത്, സജിനി. ഞാൻ അവളോടത്ത് പറഞ്ഞു. പുള്ളിക്കാരി പ്രേയറിന് കയറിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. 2 ദിവസം കൊണ്ട് പുള്ളിക്കാരി കയറുന്നുണ്ട്. മോളി എന്ന് പറഞ്ഞ ആന്റി ഡ്യൂട്ടിയിലായിട്ട് കയറാൻ പറ്റുന്നില്ല. അവർക്കത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. എന്നെ അറിയാത്ത ഒരാളെ കർത്താവ് തൊട്ടു, കുടുംബത്തോട് ദൈവം സംസാരിച്ചല്ലോ എന്ന് കേട്ടവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇരിക്കുന്നു. അതുപോലെ 2 ദിവസമായിട്ട് എനിക്ക് എന്റെ യൂട്യൂബ് ഇതില് കയറാൻ പറ്റുന്നില്ലായിരുന്നു. വളരെ ഇന്ന് ഞാനിപ്പോ ട്രൈ ചെയ്ത് പിന്നെയും പെട്ടെന്ന് കയറാൻ പറ്റി. വളരെ സന്തോഷം. അതുപോലെ ഞാൻ ഇന്ന് രാവിലെ ഒരു ബാക്ക് പെയിൻ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ദൈവജനം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒത്തിരി ആശ്വാസമുണ്ട്. എന്നെ ഓർത്തും കുടുംബത്തെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും കർത്താവിന്റെ അങ്ങനെ ആലോചന ഇടപെടുക മാത്രമല്ല, അവരെ ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ഇടയായി തീർന്നു. ആ പ്രാർത്ഥനയ്ക്ക് വന്നവരെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ കർത്താവ് കണ്ടതാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുക. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടായ്മയിൽ ബലപ്പെട്ടോണം. ഏത് സമയത്തും കർത്താവിന്റെ പ്രവൃത്തി കാണാൻ ഇടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ ഒരു വാക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ നമ്മുടെ പുതിയ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ വാട്സാപ്പിലേക്ക് ഇപ്പൊ അയക്കാം. സൂമിലേക്ക് ഞാനിപ്പോ സെൻഡ് ചെയ്യാം. ജോയിൻ ചെയ്തവരാരും അതിൽ ജോയിൻ ചെയ്യരുത്. ആ ലിങ്ക് വേണം. ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഇപ്പൊ ലൈവിൽ സൂമിൽ കയറുന്നവർക്ക് അത് ഉപകാരപ്പെടാൻ വേണ്ടിയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ അപ്ഡേഷനൊക്കെ അറിയാൻ വേണ്ടിയാണ്. അതിപ്പോ തന്നെ വിടും. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ചെയ്തവര്, മറ്റേ നമ്മുടെ ഒരു ഗ്രൂപ്പിലുള്ളവർ ജോയിൻ ചെയ്യേണ്ട. അല്ലാത്തവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. മറ്റേ ഗ്രൂപ്പ് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇതിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അയച്ചേക്കാം. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ.
ബ്രദറെ ഞാൻ പറഞ്ഞു. ബ്രദറെ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദറെ. എന്റെ മോൻ അമേരിക്കക്ക് പോയിട്ട് 20 ദിവസം കഴിഞ്ഞപ്പോ വന്നു. എന്റെ പേര് ശകുന്തള എന്നാണ്. അവൻ അവിടെ പോയ പോലെയല്ല അവൻ തിരിച്ചു വന്നത്. അവൻ ഭയങ്കര നിരാശനായിട്ട് തിരിച്ചു വന്നു. 20 ദിവസം അമേരിക്കയിൽ നിന്നിട്ടുള്ളൂ. പക്ഷെ വന്ന അന്ന് തന്നെ രാത്രി എന്നെ ഒരുപാട് തെറികളാണ് അവൻ വിളിച്ചത്. അവൻ അങ്ങനെ ഒന്നും ഇത്രയും 41 വയസ്സിനുള്ളിൽ അങ്ങനത്തെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അതുപോലത്തെ തെറികളൊക്കെ എന്നെ വിളിച്ചു. അവൻ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു. അവന്റെ മൂത്ത പെങ്ങള് ചോദിച്ചു, നീ എന്തെങ്ങനെ പറയുന്നത്? അപ്പൊ അവൻ പറയണത്, എനിക്ക് ഇനി എന്റെ ഭർത്താവ് ആത്മഹത്യയാണ് ചെയ്തത്, ആള് വിഷം കുടിച്ചിട്ടാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവൻ പറയുന്നേ എന്റെ ഡാഡി ചെയ്ത പോലെ ഞാൻ ഇനി ചെയ്യും, അതെനിക്ക് ഇനി വഴിയുള്ളൂ എന്ന് അവൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഞാൻ അത് ക്യാൻസൽ ചെയ്തു ബ്രദറെ. എന്റെ വീട്ടിൽ ഇനി ഒരു അനർത്ഥം ഉണ്ടാവില്ല. ഇന്ന് കേട്ട വചനം പോലെ യേശു ഞങ്ങളുടെ ഇടയനായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മുട്ടുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ഞാൻ എന്റെ മോനും ജീവനോടെ, എനിക്ക് ക്യാൻസർ ആയിരുന്നു, എന്റെ ക്യാൻസർ ഒക്കെ മാറി എന്റെ കർത്താവിന്റെ അടിപിണരാൽ പരിപൂർണ സൗഖ്യം കിട്ടിയിട്ട് 10 കൊല്ലായി. അന്ന് തൊട്ട് ഞാൻ ബൈബിൾ എടുത്ത് നടക്കുന്നത്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ മോൻ ഇന്ന് വചനം ബ്രദർ പറഞ്ഞതുപോലെ യഹോവയുടെ വചനത്തെ വർണ്ണിക്കാനും ഘോഷിക്കാനും ലോകരാജ്യത്തിന്റെ അറ്റത്തോളം പോകും ബ്രദറെ. എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ എന്നെ അമ്മേന്നൊന്ന് വിളിക്കണം. തീർച്ചയായിട്ടും സിസ്റ്ററെ, നമ്മൾ ഒരുമിച്ച് അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ആദ്യത്തെ പ്രാർത്ഥനയെ തന്നെ അതിന്റെ റിസൾട്ട് സിസ്റ്റർ ഹൃദയത്തിൽ ആവശ്യമുള്ളതുകൊണ്ട് അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇനി അതിന്റെ മേൽ പ്രാർത്ഥിക്കുകയല്ല. കർത്താവ് അത് ചെയ്തതിന് നന്ദി എന്ന് പറയുകയാണ്. കർത്താവ് ഇടപെട്ടതിന് നന്ദി എന്ന് പറയുകയാണ്. സിസ്റ്റം പറഞ്ഞോണം, എന്റെ മോനെ തൊട്ടതിന് നന്ദി. കാരണം തുടക്കത്തിൽ അവസാനിച്ച് നമ്മൾ പ്രാർത്ഥിച്ച സമയത്ത് അത് മുഴുവനും സെറ്റിലായിട്ടുണ്ട്. അത് തന്നതിന് നന്ദി എന്ന് മാത്രം ഇനി പറഞ്ഞാൽ മതി. ഇനി അതൊരു പ്രാർത്ഥനാ വിഷയമല്ല, ഇനി അതൊരു അത്ഭുത വിഷയമാണ്. ഗോഡ് ബ്ലെസ് സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദറെ, ഞാൻ എന്റെ മോൾക്ക് വേണ്ടി ഒരു പ്രയർ റിക്വസ്റ്റ് പാസ്റ്ററോട് പറഞ്ഞിരുന്നു. പിന്നെ അവളുടെ ഫീസ് കൊടുക്കാനുള്ള വഴിക്ക് വേണ്ടി അതിനൊരു തടസ്സം ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ പാസ്റ്റർ ആലോചന പറഞ്ഞു, ഒരു കറുത്ത ബാഗിൽ അതിന്റെ ആ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു, അതിന്റെ തടസ്സങ്ങളൊക്കെ മാറി എന്ന് പറഞ്ഞ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഒരു ആധാരത്തിന്റെ പ്രോബ്ലം ആയിരുന്നു അത്. ആ പേപ്പറുകളൊക്കെ ആ കറുത്ത ബാഗിലാണ് ഇരിക്കുന്നത്. അപ്പം അതിന്റെ പ്രോബ്ലങ്ങളൊക്കെ തീർന്ന് എന്റെ മോക്ക് ലോൺ ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ആലോചന ഞാൻ ഏറ്റെടുത്ത് തീർച്ചയായും ധൈര്യത്തോടെ ഏറ്റെടുത്തു. കർത്താവ് എന്ന വിഷയത്തെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞു. ആമേൻ പറഞ്ഞ ആലോചന ഞാൻ അതിനെ ഏറ്റെടുത്ത് കർത്താവ് അതിന്റെ ദിവസങ്ങളിൽ നമുക്ക് അത്ഭുതമാക്കി ചെയ്യും കേട്ടോ. ബ്രദറെ, ഞാൻ സുനിത സതീഷാണ്. ആദ്യം ബ്രദർ എന്നെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. ബ്രദറെ, സുനിത സതീഷാണ്. ഒരു സെക്കൻഡ് നിങ്ങൾ കഴിവതും പറഞ്ഞു. ഞാൻ ഇന്ന് ഇന്റർവ്യൂവിന് പോയിരുന്നു. എനിക്ക് ഭയങ്കര പാടായിരുന്നു. അവരെന്നോട് നേരത്തെ പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളെന്നായിരുന്നു. പക്ഷെ സമയത്ത് ഒരാളുകൂടെ വന്നിരുന്നു. പിന്നെ ഞാൻ ഈ കറുത്ത ബാഗിലാണ് എന്റെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകുന്നത്. അത് കറുത്ത ബാഗിൽ തന്നെ വെച്ചിരിക്കുക വീട്ടിൽ കൊണ്ടുവന്ന്. ആ ഡോക്യുമെന്റ്സ് ഞാൻ പല സ്ഥലത്തും പല ഇന്റർവ്യൂവിനും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ജോലി കിട്ടിയില്ല. ബാങ്കിൽ വന്നിട്ടും. പക്ഷെ ഞാൻ ബ്രദറിന്റെ ഈ പ്രയറിന് ശേഷമാണ് ഈ എന്നെ വിളിക്കുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞിരുന്നു ലഭിക്കുമെന്ന്. അപ്പൊ ഞാൻ ഇന്ന് പോയി വന്നതിന് ശേഷം ആ ബാഗിൽ അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്നു. തീർച്ചയായിട്ടും അത് ഏറ്റെടുത്തോണം. കർത്താവ് അത് വലിയ പ്രവൃത്തി, എനിക്ക് ക്ലിയർ അല്ല എന്നാൽ പോലും കർത്താവ് അത് വലിയ പ്രവൃത്തിയാക്കി ദൈവം മാറ്റും. യേശുവിന്റെ നാമത്തിൽ ഒരു ബ്ലെസ്സിങ് ഏറ്റെടുത്തോണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ഞാനത് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പേപ്പറാണ്. അത് ശ്രദ്ധിച്ചോണം. തീർച്ചയായിട്ടും അത് എടുത്തോണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റാൻ ഇടയായിത്തീരും. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റി വെക്കരുത്. ഒരാള് പറയുമ്പോൾ ബാക്കി ആളുകൾ മൈക്ക് മ്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നെറ്റ്വർക്കിന്റെ നന്നായിട്ട് ലോക്ക് ആയി പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇന്നലെ നമ്മുടെ പ്രാർത്ഥന നോക്കിയപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് നേരത്തേക്കുള്ള ഒന്നും അതിനകത്തില്ല. 15 മിനിറ്റ് നേരത്തേക്കുള്ളത് റെക്കോർഡിങ്ങിൽ ഇല്ല, ലൈവിലും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരേപോലെ മ്യൂട്ട് മാറ്റുമ്പോൾ നെറ്റ്വർക്ക് ജാം ആവുകയും സൗണ്ട് ജാം ആവുകയും ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കാതെ ഇരിക്കുകയും പലതും കട്ടായി പോവുകയും ചെയ്യുന്നുണ്ട്.
അപ്പൊ നമ്മൾ അനേകർക്ക് അതിൽ അനുഗ്രഹത്തിന് തടസ്സമാകരുത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരാൾ മ്യൂട്ട് മാറ്റി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. കേട്ടോ? പറഞ്ഞോട്ടെ, ഉള്ളവരായാലും പറഞ്ഞോട്ടെ. ബ്രദറെ ബ്രദറെ ഞാൻ സാക്ഷിയല്ല, ഞാൻ അതുപോലെ നിരാശയിലിരിക്കുന്നുണ്ട്. ഈ ഒരു വിവരം പണ്ട് ഞാനൊന്ന് മെസ്സേജ് അയച്ചതാണ് 1.5 മാസം മുമ്പേ. ഞാൻ പറഞ്ഞല്ലോ ബ്രദറെ, എന്റെ ഹസ്ബൻഡിനെ ഞങ്ങളെ ചതിച്ചിട്ട് ഞങ്ങളുടെ ഒന്ന് IASന്റെ കോച്ചിങ് കൊടുക്കുന്ന 3 കോടി രൂപയുടെ സ്വത്ത് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന കുടുംബ വീടും 2 ഏക്കർ വസ്തുവും കൂടെ ഈട് കൊടുത്തതാ ഒരു കോട്ടയത്തുള്ള ഒരു നമ്മുടെ ഹോൾസെയിൽ ലോട്ടറി ഒക്കെ കച്ചവടം നടത്തുന്ന സെൽവരാജൻ. അവൻ അത് കൊണ്ടുപോയിട്ട് ഞങ്ങളെ കളിപ്പിച്ച് അവനെ പലിശക്കാരുടെ കയ്യിൽ നിന്ന് 3.5 കോടി എടുത്തു. ഇപ്പൊ അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് 40 സെന്റ് പലിശക്കാര് വിറ്റ് ഇപ്പൊ ഇന്നലെ വീണ്ടും വന്നിരിക്കുകയാണ്. ഒന്നീ ഞങ്ങൾ പൈസ കൊടുക്കണം, അല്ലെ ഞങ്ങളെ കളിപ്പിച്ചവൻ കൊടുക്കണം. അപ്പൊ കേസ് ഏകദേശമൊക്കെ വിധിയായി വന്നിട്ടും ഈ സെൽവൻ എന്ന് പറയുന്നവൻ തരാൻ തയ്യാറാകുന്നില്ല. പ്രാർത്ഥനയുടെ ഒറ്റ ബലത്തിൽ മാത്രമാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണേ ബ്രദറെ. തീർച്ചയായിട്ടും നമ്മളത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. കർത്താവ് അത് തന്നതിന് നന്ദി പറയുന്നു. കാരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞതാണ്. കർത്താവ് അഭിഷേകത്തിൽ ഇനി നമ്മൾ രണ്ടാമത് പ്രാർത്ഥിക്കുന്നില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ലഭിച്ചതിന് നന്ദി, അത്ഭുതമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. സാക്ഷിയുള്ളവര് പറഞ്ഞു. ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ഈ സൂമിൽ ഇന്ന് ആദ്യമായിട്ടാണ്, എനിക്ക് USA ഒരു ഈ സൂമിന്റെ മീറ്റിംഗിന്റെ ലിങ്ക് വന്നതാണ്. ഞാൻ സൂമിൽ ആദ്യമായിട്ട് കയറിയതാണ്. ഞാനിപ്പോ കുവൈറ്റിലാണ് ഉള്ളത്. ഈ പ്രാർത്ഥനയോടെ വലിയൊരു അത്ഭുതം എനിക്ക് സംഭവിച്ചെന്ന് ഞാൻ എന്റെ യേശുവിൽ വിശ്വസിക്കുന്നു. എന്റെ മോൾക്ക് വേണ്ടി ഒത്തിരി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മോള് ജർമ്മനിക്ക് പോകാൻ വേണ്ടി എക്സാം എഴുതി നിൽക്കുവാണ്. അപ്പൊ അവിടെ കാര്യങ്ങളിലെല്ലാം കർത്താവ് പ്രവർത്തിച്ച ഞാൻ സ്തോത്രം ചെയ്യുന്നു. അമ്മയുടെ വിഷയത്തെ പറ്റി എല്ലാരും പ്രാർത്ഥിക്കണമെന്നും പറയുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ സൂമിൽ ഇന്ന്. തീർച്ചയായിട്ടും കർത്താവ് ആ വിഷയത്തിന് മേൽ കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിന് നന്ദി പറയുന്നു. ദൈവം അത് ഇടപെട്ടതിന് നിങ്ങൾ ഓൾറെഡി പ്രാർത്ഥിച്ച് കഴിഞ്ഞല്ലോ. കർത്താവ് അത് ചെയ്തതിന് നന്ദി. അങ്ങനെ തന്നെ ഇഷ്ടം പറഞ്ഞാൽ കർത്താവ് അത് തന്നതിന് നന്ദി എന്ന് മാത്രം പറഞ്ഞാൽ മതി. പ്രാർത്ഥിക്കേണ്ട കേട്ടോ. കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞു. സാക്ഷി പറയട്ടെ? പറഞ്ഞു ബ്രദർ പറയട്ടെ. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ സൂം മീറ്റിംഗിൽ ബ്രദർ ജീവൻ എന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞിട്ട് ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് അത് ഏറ്റെടുത്തു. എൻ്റെ രണ്ടാമത്തെ മരുമകനാണ് അവന് 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുഞ്ഞുങ്ങളായിട്ടില്ല. പിന്നെ അവന് യൂറിക് ആസിഡിന്റെ പ്രശ്നമുണ്ട്. ഇന്ന് പോയി യൂറിക് ആസിഡ് പുള്ളിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് 7 ആണ് വേണ്ടത്. അവന് 8 9 എപ്പോഴും. ഇന്നിപ്പോ നോക്കിയപ്പോ 6.8 ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു അടയാളം തന്നെയാണ്. ആ മകനെ ദൈവം ദൈവം അനുഗ്രഹിക്കട്ടെ. തലമുറയെ ദൈവം തരും. അതൊരു സൈനായിട്ട് തന്നെ കണ്ടു ഈ ഒരു മാറ്റം. കർത്താവ് അതിന്റെ മേൽ പ്രവർത്തിക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ ബാംഗ്ലൂരിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോവായിരുന്നു. പാലക്കാട്ട് വെച്ച് എന്റെ വണ്ടിക്ക് മുന്നോട്ട് ഒരാൾ ക്രോസ് ചെയ്തു. വണ്ടി ഇടിച്ചു. എന്റെ ആളെ ഞാൻ തന്നെ എന്റെ വണ്ടിയെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എല്ലാം ആള് മരണപ്പെട്ടു പോയി. പിന്നെ ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി വണ്ടിയെല്ലാം കൊടുത്തിട്ട് പിറ്റേ ദിവസം എന്നെ വിട്ടു. ഇപ്പൊ ഞാൻ ടാക്സി ഓടിച്ചോണ്ടിരിക്കുന്നത്, വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. എന്റെ സിസ്റ്ററിന്റെ വണ്ടിയും കൊണ്ടായിരുന്നു ഞാൻ പോയത്. സിസ്റ്ററിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി, സിസ്റ്ററിന്റെ മോളുടെ ആവശ്യത്തിന് വേണ്ടി വണ്ടിയെല്ലാം വിട്ടു തന്നു. എല്ലാ കാര്യങ്ങളും എല്ലാം ദൈവം അന്നേരം തന്നെ ദൈവം എനിക്ക് ആൾക്കാരെ അവിടെ തന്നെ ഒരുക്കിയായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ, ലോക്കൽ ആൾക്കാര്. ദൈവം ഞാൻ ഈ സൂം മീറ്റിംഗ് കണ്ടോണ്ടിരിക്കുന്ന, ഞാൻ പോകുന്ന വഴിക്ക് ആയാലും സൂമിട്ട് യാത്രയിലെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഇത്. എനിക്ക് ദൈവം അത്ഭുതകരമായിട്ട് വണ്ടി ഓടിച്ചോണ്ട് പോകും. അതുപോലെ ഗ്ലാസ് പൊട്ടി ബോണറ്റൊക്കെ പോയി തന്നു. ഇപ്പം വണ്ടി പാലക്കാട്ട് അവിടെ ഈ ഹൈവേയുടെ സൈഡിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ കിടക്കുന്ന അത് പിന്നെ
MVD വന്ന് നോക്കിയിട്ട് മാത്രമേ വണ്ടി തിരിച്ചു കിട്ടത്തുള്ളൂ. അത് ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ രക്ഷിച്ചു, വലിയ ഇതില്ലാതെ. ആള് പിന്നെ 2 വഴിയില് ഞാൻ ഫാസ്റ്റ് ട്രാക്കിലായിരുന്നു. ആ പുള്ളി ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുമായിരുന്നു. ഞാൻ ഏതായാലും പുള്ളി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് മരണപ്പെട്ടത്. ഞാൻ എടുത്ത് എന്റെ വണ്ടിയെ തന്നെ കൊണ്ടുപോയി. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ ദൈവം കാത്തു സൂക്ഷിച്ചു. പിന്നെ ഇനി എന്റെ ലൈസൻസ് ഒന്നും സസ്പെൻഡ് ആകാതിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അതൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ഇവിടെ ഇനി 2-3 ദിവസം കൂടെ കൊണ്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വണ്ടി കിട്ടും. ആ വിഷയം നന്ദി കർത്താവെ. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ അത് സെറ്റിൽ ചെയ്ത കൃപയ്ക്കാണ് കർത്താവ്. ഞങ്ങൾ ഓൾറെഡി പ്രാർത്ഥിച്ചല്ലോ കർത്താവ്. ആ വിഷയം അത് ലഭിച്ചതിനും എല്ലാ കാര്യങ്ങളും ആ അനർത്ഥം ദോഷമാകാതെ ബുദ്ധിമുട്ടാകാതെ ഭാവിയിൽ ഒന്നും സംഭവിക്കാതെ യേശു അത് ചെയ്തതിന് നന്ദി പറയുന്നപ്പോ. അങ്ങനെ ചെയ്തതിന് നന്ദി. ഞങ്ങളിത് പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ലോ കർത്താവ്. അത് ദൈവം ഇടപെട്ട് കഴിഞ്ഞു കർത്താവ്. ഈ ദിവസങ്ങളിൽ നല്ലൊരു പോസിറ്റീവ് വാർത്തയ്ക്ക് നന്ദി. ആമേൻ. ബ്രദറെ, ഞാൻ സുനിത സതീഷാണ്. കുറച്ചു മുമ്പ് ബ്രദർ എന്റെ പേരെടുത്ത് പറഞ്ഞിരുന്നു. സുനിത സതീഷിന്റെ വീട് കാണുന്നതും വീടിന്റെ മുൻപിൽ ഒരാൾക്കൂട്ടം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും അതെല്ലാം. അപ്പൊ 7 വർഷം 7 മാസം ആയിട്ടുള്ള ഒരു തടസ്സങ്ങളെയും ഇതെല്ലാം ദൈവം കർത്താവ് മാറ്റുന്നു എന്നുള്ളതെല്ലാം. ഞാൻ ഒരാഴ്ച ആയുള്ളൂ എനിക്ക് ഇതിന്റെ ലിങ്ക് കിട്ടിയിട്ട് ഞാനിത് കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ബ്രദർ ഒരു പ്രാവശ്യം പാസ്പോർട്ടിന്റെ കാര്യം ഇങ്ങനെ നമ്പർ പറഞ്ഞപ്പോൾ ഞാൻ കുറെ വർഷങ്ങളായിട്ട് എന്റെ സർട്ടിഫിക്കറ്റ്, ഞാൻ MSc ഒപ്റ്റോമെട്രി കഴിഞ്ഞ ആളാണ്. ഞാനത് ജോലിയൊന്നും ശരിയാകാത്തതുകൊണ്ട് ഞാൻ എല്ലാ ഇതും വെറുതെ ഉപേക്ഷിച്ചിട്ടേക്കുമായിരുന്നു എന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം. അപ്പൊ ഞാൻ വേഗം പോയി അത് എടുത്ത് നോക്കിയപ്പോൾ അതില് ബ്രദർ പറഞ്ഞ 2 നമ്പറേ കണ്ടുള്ളൂ. അപ്പൊ ഞാൻ പക്ഷെ എങ്കിലും ഞാൻ അന്ന് പറഞ്ഞ വചനങ്ങളെ ഏറ്റെടുത്ത് വെച്ച് ഒരു പേപ്പറിൽ എഴുതി ഒരു ഫയൽ എടുത്തിട്ട് ഞാൻ അതിനകത്ത് എന്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും പാസ്പോർട്ടും ബൈബിളിലെ പുതിയ നിയമം അതും കൂടെ എടുത്തു വെച്ചു. ഞാൻ എന്റെ പ്രാർത്ഥന ഞാൻ എഴുതി വെച്ചു. എനിക്ക് ഖത്തറിൽ ഒരു ജോലി കിട്ടണം എന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ഞാൻ പ്രാർത്ഥിച്ച് 3-ാമത്തെ ദിവസം തന്നെ ഒരാളെന്നെ വിളിച്ചിട്ട് അവിടെ ഒരു വേക്കൻസി ഉണ്ട്, അപ്ലൈ ചെയ്യാൻ പറഞ്ഞു, പോകാൻ താല്പര്യമുണ്ടെന്ന്. പക്ഷെ എനിക്ക് പോകാനുള്ള യാതൊരു സാഹചര്യങ്ങളൊന്നും ഇല്ല ബ്രദറെ. കാരണം എന്റെ ഭർത്താവും ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്. പിന്നെ 2 പെൺകുട്ടികളാണ്. മൂത്താള് +2 കഴിഞ്ഞു, ഇളയാള് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരെയൊക്കെ ഏൽപ്പിച്ചു പോകാൻ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായതുകൊണ്ട് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മുൻപ് ഞാൻ ഒരു വട്ടം ഞാൻ പോയിട്ടുണ്ട് അബുദാബിയിൽ. പക്ഷെ അത് ശരിയാകാതെ ഞാൻ തിരിച്ചു പോകുന്നു 1 വർഷം കഴിഞ്ഞ്. അപ്പൊ ഞാൻ ഇനിയും പോകാൻ സാധ്യതയില്ല. കാരണം എനിക്ക് 44 വയസ്സായി. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. പക്ഷെ ആവശ്യങ്ങളുണ്ട്. പക്ഷെ പോകാനുള്ള പരിസ്ഥിതികളൊന്നുമില്ല. എനിക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പൊ ബ്രദർ പറഞ്ഞ വചനങ്ങളെല്ലാം ഓർത്തിട്ട് എല്ലാം കർത്താവ് എന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വചനങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചപ്പം അങ്ങനെ ഒരു ചേച്ചി പറഞ്ഞ് ഞാനിതിങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് വരുന്ന നിരാശയിൽ നിന്ന് എനിക്ക് പുറത്തു കിടക്കാൻ സാധിച്ചു. ഉറപ്പായിട്ടും ദൈവം കർത്താവ് എന്നെ സഹായിക്കും, യേശു എന്നെ മുന്നോട്ട് നയിക്കും. ആ ഒരു ധൈര്യം എനിക്ക് കിട്ടി. അതാണ് എന്റെ സാക്ഷ്യം. അപ്പോൾ പക്ഷെ അവിടുന്ന് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഖത്തറിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഇപ്പൊ ജോബ് ഓഫർ വന്നത്. പക്ഷെ അവര് പിന്നെ ഇന്റർവ്യൂവിന് ആയിട്ടില്ല. കുറെ നാളായതുകൊണ്ട് എനിക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ട്. ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഈയിടെ ഒന്നും ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട്. അപ്പോ ഞാൻ എങ്കിലും എന്റെ കർത്താവിനെ നടത്തും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ധൈര്യപ്പെട്ടിരിക്കുകയാണ് ബ്രദർ. ഒത്തിരി നന്ദി. തീർച്ചയായിട്ടും ധൈര്യത്തോടെ കർത്താവ് ഇടപെട്ട വിഷയത്തെ ധൈര്യത്തോടെ ദൈവം എല്ലാ ഇതും പണയം വെച്ചും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളൊരു ഒപ്റ്റിക്കൽ ഷോപ്പ് തുടങ്ങിയായിരുന്നു 3 വർഷം മുമ്പ്. ഞങ്ങൾ ഹിന്ദുസ് ആണ്. 2.5 വർഷമായിട്ട് ഞാൻ കർത്താവിലേക്ക് വിശ്വാസത്തിലേക്ക് വന്നിട്ട്. ഞാനും എന്റെ ഭർത്താവും 2 കുട്ടികളും വിശ്വാസത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ ഈ ഹസ്ബൻഡിന് അസുഖം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഇതിലോട്ടായത്. ഇപ്പം 3 വർഷമാവുന്നു ഡയാലിസിസ് തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് മുൻപ് ഹസ്ബൻഡ് ബിസിനസ് നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന്, ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒപ്റ്റിക്കൽസ് തുടങ്ങാം എന്നുള്ള ഇതിൽ എല്ലാം കൂടെ കൊണ്ട് പൈസയൊക്കെ സമാഹരിച്ച് ഞങ്ങൾ ആ ഒരു ഒപ്റ്റിക്കൽസ് തുടങ്ങിയിട്ട് അത് ഭയങ്കര പരാജയമായി. ആ സമയത്ത് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അടച്ചിട്ട് ഇടേണ്ടി വന്നു. പിന്നെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വീടിനടുത്തോട്ട് കൊണ്ടുവന്നു. ഈ വീണ്ടും 1.5 വർഷമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങൾക്ക് വാടക കൊടുക്കാനേ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇനി മുന്നോട്ട് പോയാൽ അവരെ നമ്മൾ ചതിക്കുന്ന പോലെ ആകുമല്ലോ. അവര് മനസാക്ഷിയുള്ളവരായതുകൊണ്ട് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി സാഹചര്യം മനസ്സിലാക്കി ചെയ്യുന്നെങ്കിലും ഞങ്ങളുടെ മനസാക്ഷി അനുവദിക്കുന്നില്ല ബ്രദറെ ഇനി അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി. അപ്പൊ ഞങ്ങളത് തൽക്കാലം ഒഴിയാൻ
ചെയ്യണോ അങ്ങനെ ഒരു ഇതിൽ ഇരിക്കുക. നിർത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഇനി അടുത്ത വഴിയെന്ന് അറിയാതിരുന്നപ്പോഴാണ് ബ്രദറിന്റെ ഈ സൂം മീറ്റിംഗിൽ കയറിയതും ഇങ്ങനെ ഒരു ആലോചന എന്റെ മനസ്സിലോട്ട് പെട്ടെന്ന് എനിക്ക് ഖത്തറിൽ ഒരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാനിപ്പോ അത് കൊടുത്തു. അവര് വിളിച്ചില്ല, ഇന്നലെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ഷോപ്പിന് എന്ത് ചെയ്യുന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇനിയും എനിക്ക് പുതിയതായിട്ട് അതൊന്ന് കർത്താവ് സകലതും നന്മയായിട്ടും ഈ ദിവസങ്ങളിൽ ഒന്നും ആലോചിക്കേണ്ട. ഈ ദിവസങ്ങളിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ബാക്കി എല്ലാ വഴികളും, ബൈബിളിലെ വാക്യമുണ്ട്, ദൈവത്തിന്റെ വചനം എന്റെ പാതയ്ക്ക് പ്രകാശവും എന്റെ ഭാവിയിലേക്ക് അതൊരു അനുഗ്രഹമായിക്കൊണ്ട് ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. തന്നെ നമ്മുടെ വഴികൾ തുറന്നു വരും കേട്ടോ. തീർച്ചയായിട്ടും പറയുക, അത് തന്നെ തുറന്നു വരും. എല്ലാം ക്ലിയർ ആയിട്ട് വരുവാൻ ഇടയായിത്തീരും. അതെല്ലാം അനുഗ്രഹമായിട്ട് മാറും കേട്ടോ. ധൈര്യത്തോടെ ഇരിക്കും കേട്ടോ. ഞാൻ നമ്മുടെ ആ ജോർജ് എന്ന് പറഞ്ഞ സഹോദരൻ ഇപ്പൊ അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം പറഞ്ഞു വരുന്നുണ്ട്. അപ്പോ എന്റെ ജീവിതത്തിലുണ്ടായ സിമിലർ ഇൻസിഡന്റ് ബ്രദറിന് ഓർമ്മയുണ്ടല്ലോ. കർത്താവ്, ഹലോ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് പറയൂ. കർത്താവ് വളരെ അത്ഭുതകരമായിട്ടാണ് എന്നെ ആ പ്രതിസന്ധിയിൽ നിന്ന് മോചിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം അത് കേൾക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കാണുന്നില്ല, അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അദ്ദേഹത്തെ വിടുവിച്ചതിനെ ഒക്കെ എനിക്ക് നന്ദി പറയുന്നു. കാര്യം അദ്ദേഹത്തിന്റെ സെയിം ഇൻസിഡന്റ് ആണ് എനിക്ക് ആ അനുഭവം ഉണ്ടായിരുന്നുള്ള ഉണ്ടായിരുന്നു. കർത്താവ് അദ്ദേഹത്തെ വിടുവിച്ചതിനെ ഓർത്ത് മുന്നേ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും കർത്താവ് വിടുവിച്ച തന്നെ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്ന പോലെ തന്നെ അത് നമ്മൾ കേട്ടതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം ദൈവം ഉളവാക്കും. ദൈവം അതിൻ്റെ അകത്ത് നമ്മളെ പുറത്തു കൊണ്ടുവരും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് ഹലോ പറഞ്ഞു. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദർ. പറഞ്ഞു. ഒരു മാസമായി ബ്രദറിന്റെ മെസ്സേജ് ഈ മീറ്റിങ്ങുകളിൽ ഇടയ്ക്കിടയ്ക്ക് കയറാൻ ദൈവം സഹായിക്കുന്നു. വളരെ അനുഗ്രഹമായിട്ട് നടക്കുന്നു. ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് എൻ്റെ ടെസ്റ്റ് മണി പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം യുഎഇയിൽ നിന്ന് കേരളത്തിലേക്ക് ട്രാവൽ ചെയ്യുകയായിരുന്നു. അപ്പൊ എയർപോർട്ടിൽ ചെക്കിംഗ് എല്ലാം ചെയ്ത് ഇമിഗ്രേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വാലറ്റ് ചെക്ക് ചെയ്യേണ്ട ഒരാവശ്യം, ഞാൻ ഒരിക്കലും ചെക്ക് ചെയ്യുന്നല്ല ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പം, അന്ന് ഞാൻ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. ഞാൻ പൈസ കൊടുക്കാമെന്ന് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നോട്ട് ചെയ്യുന്നതല്ല. പക്ഷെ ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞ് നോക്കിയപ്പോഴാണ് എൻ്റെ വാലറ്റ് ഇല്ല എന്ന്, മിസ് ചെയ്തെന്ന് കാണുന്നത്. ഉടനെ ഞാൻ ഒത്തിരി ടെൻഷനുള്ള ഒരാളാണ്. എന്നാൽ എനിക്ക് വളരെ കൂളായിട്ടാണ് ഞാൻ ആ സമയത്ത് നിന്നത്. ദൈവം എന്നോട് കൂടെയുണ്ട്, എന്നെ സഹായിക്കും എന്നുള്ള വളരെ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഉടനെ ഇമിഗ്രേഷനിലെ ഒരു പോലീസ് ഓഫീസറോട് പറഞ്ഞു. അദ്ദേഹം എന്നെ ഒരു കൗണ്ടർ കാണിച്ചു, അവിടെ ചെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന വഴി വേറൊരു പോലീസ് ഓഫീസറിനെ വിളിച്ചു. എന്നോട് ചോദിച്ചു എങ്ങനെയാണ് പേഴ്സിന്റെ കളർ, ഇതിന്റെ വാലറ്റിന്റെ കളർ എന്ന് ചോദിച്ചു. പോയി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ബ്രദർ പറഞ്ഞ പോലെ വചനം വച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. യഹോവ എന്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കും. യഹോവ എന്നോട് കൂടെയിട്ട് ഞാൻ തളർന്നു പോകുകയില്ല എന്ന് ഞാൻ വചനം വച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്ക് ഫ്ലൈറ്റ് മിസ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വന്നാൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഞാൻ ആ വചനം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ ആ പോലീസ് ഓഫീസർ തിരിച്ചു വന്നിട്ട്, അദ്ദേഹത്തിന്റെ കയ്യിലൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചില്ല, ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല, അത്രയ്ക്ക് റഷുള്ള എയർപോർട്ടോ, ഒരിക്കലും ലഭിക്കുകയില്ല. അപ്പം പോലീസ് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ വാലറ്റിന്റെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവമേ സ്തോത്രം, ഇത് തന്നെയാണ് എന്ന് പറഞ്ഞു. ഒരു 2 മിനിറ്റ് 5 മിനിറ്റോടെ കഴിഞ്ഞപ്പോൾ വേറൊരു പോലീസ് ഓഫീസർ ആ വാലറ്റുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഒരിക്കലും അത് സംഭവിക്കുന്ന കാര്യം, അത്രയ്ക്ക് അത് മിസ് ചെയ്തെങ്കിൽ പിന്നെ മാസങ്ങൾ നോക്കിയിരുന്നെങ്കിൽ അത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ നിന്ന് അങ്ങനെ കിട്ടിയെങ്കിൽ പറയാൻ കിട്ടിയെന്ന്. അങ്ങനെയുള്ള കാര്യം മിറക്കിളായിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇത് മിറക്കിൾ തന്നെയാണ്, ദൈവമാണ് നമുക്ക് തന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം നടന്നു ബ്രദർ. ആ വചനം വെച്ച് പ്രാർത്ഥിക്കുകയും ദൈവം അത് ആ മിറക്കിൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയുവാനിടയായി തീർന്നു ബ്രദർ. ദൈവത്തിന് 1000 നന്ദി പറയുന്നു ബ്രദർ. തീർച്ചയായും അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. പറഞ്ഞതുപോലെ തന്നെ ആ പ്രശ്നം വന്നപ്പോൾ സാധാരണഗതിയിൽ ടെൻഷൻ ആകേണ്ടതാണ്, തളർന്നു പോകേണ്ടതാണ്. പക്ഷെ ഒരു ബലം ദൈവം കൊടുത്തു. അത് മാത്രമല്ല, ആ ബലത്തിൽ നിന്ന് അകത്തു നിന്നുകൊണ്ട് തന്നെ വചനം പ്രാർത്ഥിച്ചു. പറഞ്ഞതുപോലെ തന്നെ അത് കിട്ടാൻ ഒത്തിരി ഫോർമാലിറ്റീസുകളാണ്, കിട്ടാൻ തന്നെ സാധ്യതയില്ല, യാത്ര പോലും മുടങ്ങിപ്പോകേണ്ടതാണ്. പക്ഷേ അതാണ് പ്രത്യേകത, ദൈവവചനത്തിന് വിളിച്ചു വരുത്താൻ പറ്റും. ആ നഷ്ടപ്പെട്ടത് അവിടെ തന്നെ ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് ലഭിക്കുവാനിടയായി തീർന്നു. അത് പറഞ്ഞത് മിറക്കിളാണ്. നമ്മൾ പറയുന്നത്, നമ്മൾ പാനിക് പറഞ്ഞു.
അത് മിറക്കിൾ തന്നെയാണ് ബ്രദർ. റിയലി. തീർച്ചയായും നമ്മള് വചനം കേൾക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സൗര് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ടെൻസ്ഡ് ആകുന്ന ആളാണ്, പക്ഷെ ആ സമയത്ത് ഒരു ധൈര്യം ഉണ്ടായി. അതാണ് വചനം നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തളർന്നു പോകത്തില്ല. പ്രതിസന്ധികളെ മറികടക്കുവാനും അതിന്റെ മേൽ സാക്ഷിയാകുവാനും കർത്താവ് നമുക്ക് വചനത്തിലൂടെ ധൈര്യവും ബലവും തരും. അത് കൊടുക്കുക മാത്രമല്ല, സാക്ഷ്യം കൂടെ ദൈവം കൊടുക്കുന്നു. നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. ബ്രദറെ, ഇപ്പൊ ജസ്റ്റ് മിനിറ്റ് നടന്ന ഒരു വിടുതലാണ്. എന്റെ മോള് ഈ പ്രയർ നടക്കുന്നത് വരെയും ഇന്ന് പനിയും ചുമയും വല്ലാത്ത നെഞ്ചില് വേദന, ശരീരം വേദനയൊക്കെ ആയിട്ട് വിഷമിച്ച് എപ്പോഴും വയ്യാന്ന് പറഞ്ഞിരുന്ന മോള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് യേശുവിന്റെ തിരുമുറിവിലാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് മോള് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ നല്ല സൗഖ്യം അവൾക്ക് ഇപ്പൊ തന്നെ ലഭിച്ചു. അതിനായിട്ട് നന്ദി പറയുന്നു ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും വലിയ സാക്ഷ്യം തന്നെയാണ്. നമ്മൾ കേട്ടതുപോലെ തന്നെ അവസാനത്തെ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥന ശ്രദ്ധിച്ചു. അവസാനത്തെ പ്രാർത്ഥന സമയത്ത് മോള് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു. കൈവച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ പനി വിട്ടുപോയി. പൂർണ്ണ സൗഖ്യം ദൈവം കൊടുത്തു. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. ഇൻസ്റ്റന്റ്ലി ദൈവം തൊട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സുഖമായിട്ട് ഉറങ്ങാൻ കഴിയട്ടെ അവൾക്കിന്ന്. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവിന്റെ ആമേൻ. എന്തോ പറഞ്ഞു. ഹലോ. പറഞ്ഞു. സുജാതയുടെ ഇടയ്ക്ക് ബ്രദർ പറഞ്ഞാല് സുജാത എന്നും മകള് 24 വയസ്സ് പറഞ്ഞു. പണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ പറഞ്ഞു. അതെവിടെയായിരുന്നേ? സിസ്റ്ററുടെ വീടായിരുന്നു. സിസ്റ്ററുടെ മനസ്സിലായില്ല. സിസ്റ്ററുടെ വീടാണത്. അതെ. പേരെങ്ങനെ? സിസ്റ്ററുടെ പേരെങ്ങനെയാ? കൊല്ലാട്. ഏറ്റെടുത്തോടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഭവനത്തെ തോടും വലിയൊരു കർത്താവിന്റെ സാക്ഷിയാക്കിയിട്ട് കർത്താവ് ഭവനത്തെ തീർക്കും കേട്ടോ. ഏറ്റെടുത്തോന്നത് ദൈവം കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി പറഞ്ഞു. വീടിന്റെ ജപ്തിയുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ പ്രേയറിന് കയറി 2 മാസമായി. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ജപ്തിയുടെ കാര്യം പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്നും അമ്മയുണ്ട്, ഞങ്ങളുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് ഒരാൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ജപ്തി ഇല്ല, നിങ്ങൾ പൈസ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് വലിയ സാക്ഷിയാണ്. ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ജപ്തി കിടക്കുമായിരുന്നു, പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവര് തന്നെ വന്നിട്ട് പറഞ്ഞു, ജപ്തി വേണ്ട, അത് പൈസ അടച്ചാൽ മതി എന്ന് പറയാൻ തക്കവണ്ണം, അത് കേൾക്കാൻ തക്കവണ്ണം നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ അത്ഭുതം കേൾക്കും, അത്ഭുതത്തെ പറ്റി പറയും, അത്ഭുതം കാണുമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ സംഭവിക്കും. കർത്താവ് തൊട്ട ആലോചനയ്ക്കും സാക്ഷ്യത്തിനും നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ബ്രദർ ഒരു ആലോചന പറഞ്ഞ കാര്യത്തെ പറ്റി ചോദിക്കാന്. ഓടിട്ട വീടും അതിന്റെ ഫ്രണ്ടിൽ ഒരു കൊടംപുളിയാ നിൽക്കുന്നത്. ഡോർ തുറക്കുമ്പോ ഒരു കൊടംപുളി നിൽപ്പുണ്ട്, ഒരു പട്ടിക്കൂടും ഉണ്ട്. അത് എന്റെ വീടാ ബ്രദറെ. എന്റെ വീടാ അല്ലേ? ഏറ്റെടുത്തു. ആ കർത്താവിനെ കാണിച്ചത് ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു ദൃഷ്ടി വന്നിട്ടുണ്ട്. കർത്താവ് ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു സ്വസ്ഥതയെ വരുത്താൻ പോകണം. നമ്മൾ ഈ സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഏത് വിഷയത്തിലെങ്കിലാണോ ഭാരപ്പെടുന്നത് അതിന്റെ എല്ലാം മേൽ ദൈവത്തിന്റെ സ്വസ്ഥതയെ കർത്താവ് വരുത്താൻ പോവാണ്. ആ ഭവനത്തെ കർത്താവ് കണ്ടിട്ടുണ്ട്. ആലോചന ഏറ്റെടുത്തോണം. ഈ ദിവസങ്ങളിൽ നമ്മളെപ്പോൾ തന്നെ നമ്മളെ ദൈവം കണ്ടു കേട്ടോ. അതാണ് ഏറ്റവും വലിയ കാര്യം. കർത്താവ് നമ്മുടെ ഭാരങ്ങളെ കണ്ടു, ദൈവം ഇടപെട്ടതാണ്. അതിന്റെ ധൈര്യത്തോടെ ഏറ്റെടുത്തോണം. ഈ ദിവസങ്ങളിൽ ഈ വീടിനെ പറ്റിയായിരുന്നു ബ്രദറെ. ഈ വീടിനായിരുന്നു ട്രങ്ക് കെട്ടി ഇരിപ്പുണ്ടെന്ന് പറയും. ഈ വീട് തന്നെ ആയിരുന്നു. ആമേൻ. കർത്താവ് വീണ്ടും അത് വെളിപ്പെടുത്തിയതാണ്. അപ്പൊ ധൈര്യത്തോടെ വചനം ഈ ദിവസങ്ങളിൽ വചനം മുഴങ്ങണം. കുടുംബത്തില് പ്രാർത്ഥന മുഴങ്ങിക്കോണം. അതിന്റെ കർത്താവിന്റെ വലിയ പ്രവൃത്തി കാണും കേട്ടോ. ശരി ബ്രദറെ, ശരി. പറഞ്ഞു. ഇതുപോലെ എന്റെ ഹസ്ബൻഡിന്റെ പാസ്പോർട്ട് ഇതുവരെ ഒരു വിസ വേറെ ശരിയാക്കാൻ വേണ്ടി കൊടുത്തേക്കുവാ. ഇതുവരെയും കിട്ടിയില്ല. അതിപ്പം വന്നിട്ട് 3 മാസത്തോളമായി. ഇതുവരെയും കൈ കിട്ടിയിട്ടില്ല. ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ 1 മാസം കൊണ്ട് ഞാൻ ഇതിനകത്ത് കയറുന്നുണ്ട്. എന്റെ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈ നിമിഷം മുതൽ ഞാനത് പറയുകയാണ്. കർത്താവ് ആ പാസ്പോർട്ട് ലഭിച്ചതിന് നന്ദി. അതിന്റെ എല്ലാ തടസ്സവും ലഭിച്ച് അത് മാറി അത് കയ്യിലോട്ട് വന്ന് നന്മ കിട്ടിയത് നന്ദി. സിസ്റ്റർ ഇപ്പം മുതൽ പറയേണ്ടത്
കർത്താവ് ഇതെല്ലാം കർത്താവ് ശരിയാക്കിയതിന് നന്ദി, അതെല്ലാം അത്ഭുതമാക്കിയത് നന്ദി. അത്രയും മാത്രം പറഞ്ഞാൽ മതി. കാര്യം പ്രാർത്ഥനയുടെ റിസൾട്ട് ഈ നിമിഷം മുതൽ കയ്യിലോട്ട് വരാൻ വേണ്ടി പോവാണ്. നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. പിന്നെ മോക്കും വേണ്ടി ഒന്ന്, മോളെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാ. 4 കൊല്ലമായി അവളെ ഭർത്താവ് തീരെ പണിക്കൊന്നും പോയിക്കൂടാത്ത 3 പെൺകുട്ടികളും ഉണ്ട്. ഭയങ്കര കഷ്ടത്തിലാണ് കഴിയുന്നത്. ബാലൻസിന്റെ എന്തോ പ്രശ്നം, തെങ്ങ് കയറ്റാനോ കള്ളിന്റെ, ഇപ്പൊ ഒന്നിനും പോക്കില്ല. പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ്. അവന്റെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആ വിഷയത്തിന് മേൽ കർത്താവെ അങ്ങ് ഇടപെട്ട് കഴിഞ്ഞതിന് നന്ദി. കർത്താവ് ആ വിഷയത്തിന് മേൽ പ്രവർത്തിച്ച് കഴിഞ്ഞതിന് നന്ദി പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ തന്നെ ഇന്ന് ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ പ്രാർത്ഥനാ വിഷയത്തിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ അതിന്റെ ഒരു അടയാളം തന്നെയാണ് കഴിഞ്ഞ കുറച്ചു മുമ്പ് സിസ്റ്റർ പറഞ്ഞ പോലെ അവസാനത്തെ പ്രാർത്ഥന സമയത്ത് ആ കുഞ്ഞിന് രോഗമായിട്ടിരിക്കുമായിരുന്നു. കർത്താവ് ഇൻസ്റ്റന്റ്ലി സൗഖ്യമാക്കി. അപ്പൊ അതിന്റെ അകത്ത് വലിയ റിസൾട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം മുതൽ കർത്താവ്, ഇനി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. അത് കർത്താവെ ആ വിഷയത്തിന്റെ മേൽ കർത്താവ്, ഇപ്പം നിങ്ങൾ ഒരു പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു അപേക്ഷ കൊടുക്കാറുണ്ട് അല്ലേ? നമ്മളെ പഞ്ചായത്തിലോ ഗവൺമെന്റ് ഓഫീസിലോ കൊണ്ടുവന്നിട്ട് പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സബ്മിറ്റ് ചെയ്തതിനേ ഉള്ളൂ വാലിഡ് ഉള്ളൂ. ബാക്കിയൊന്നും അവരെ എടുക്കത്തില്ല. അത് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച നിമിഷം മുതൽ അതിന്റെ മേൽ പ്രവൃത്തി വന്നു കഴിഞ്ഞു. ഇനി അത് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വാലിഡിറ്റി ഇല്ല. അത് വെറുതെ ഇങ്ങനെ പറയാന്നുള്ളതേ ഉള്ളൂ. ആദ്യം നമ്മൾ എപ്പോൾ വിശ്വസിച്ചു ആ നിമിഷം മുതൽ ആക്റ്റീവ് ആയിരിക്കുന്നു. അപ്പം പ്രാർത്ഥന ഉള്ളവർക്ക് ഞാൻ പറയുന്നു, നിങ്ങൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈ നിമിഷം മുതൽ ആ പ്രാർത്ഥന കർത്താവിന്റെ കയ്യിൽ കൊടുത്തത് കൊണ്ട് യേശുവെ ഞാൻ ആ ബ്ലെസ്സിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ നമ്മൾ എന്നാ പറയണം? കർത്താവ് അത് പ്രവർത്തിച്ചതിന് നന്ദി, ഞാൻ കാത്തിരിക്കുന്നു, എന്റെ അത്ഭുതത്തിനായി ഞാൻ കാത്തിരിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ പറഞ്ഞാൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ, ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനം വിളിച്ച് പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ബ്രദറെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അന്യഭാഷയെ പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. അത് ഞാൻ ഇന്നലെ തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല. അതൊന്ന് പറയാവോ, ഏതാ അതിന്റെ ഹെഡിങ് എന്ന്? അന്യഭാഷ തന്നെ അല്ലെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ള യൂട്യൂബിൽ ഞാൻ എന്റെ ഹെഡിങ് വന്നു. എന്തെങ്കിലും അന്യഭാഷ, അത് തന്നെ അന്യഭാഷയെ വരങ്ങളെ പറ്റി, കൃപാവരങ്ങളെ പറ്റി എന്നുള്ള ഹെഡിങ്ങുകൾ തന്നെയാണ് യൂട്യൂബിൽ ഏറ്റവും താഴെ എനിക്ക് വന്നത്. നവംബറിലോ ജനുവരി നവംബർ ആ ഒരു സമയത്താണ് എനിക്ക് വേണ്ടത് ആ മീറ്റിംഗ് അപ്ലോഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്ത മെസ്സേജാണ്. അതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അത് താഴെ എനിക്ക് വന്ന 10 ഇഷ്ടം പോലെ വീഡിയോ കിടപ്പുണ്ട്. ആ വീഡിയോയിൽ സ്ക്രോൾ ചെയ്ത് താഴേക്ക് അങ്ങ് പോകണം. എല്ലാ ദിവസവും നമ്മുടെ മീറ്റിംഗ് അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് ഒത്തിരി വന്ന് കിടപ്പുണ്ട്. ഒന്ന് ഓർത്തോണം, എല്ലാ ദിവസവും ഈ വീഡിയോസ് എല്ലാം വരുന്നതാണ്. അതുകൊണ്ട് എനിക്കത് എവിടെയാണ് കിടക്കുന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് അങ്ങ് പോവുക. കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് നവംബറോ ഡിസംബറോ ജനുവരിയോ ഈ ഒരു സമയത്താണ് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പ് ഏറ്റവും പഴയ ഒരു വീഡിയോ കിടപ്പുണ്ട്. താഴേക്ക് തപ്പിപ്പോയി കാണാൻ പറ്റും. നോക്കിയാണ് കേട്ടോ സിസ്റ്ററെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും സാക്ഷ്യമുണ്ടോ? ഒരു സാക്ഷ്യമുണ്ട് ബ്രദർ. പറഞ്ഞു ബ്രദർ. പിന്നെ ഞാൻ 2 വർഷം മുമ്പ് കൈവശാവക സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പിന്നെ അക്ഷയ കൊടുത്തിരുന്നു. അന്ന് വില്ലേജ് നിന്ന് അത് എനിക്ക് കിട്ടി. വില്ലേജ് ഓഫീസിൽ നിന്ന് പോയിട്ട് വരേണ്ടതാ, പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. ഞാനൊരു കേസ് അവിടെ വന്നിരിക്കുകയാണ്. RR വന്നതാണ് ആ കേസ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. പക്ഷെ ഈ വർഷം ഞാൻ വീണ്ടും കൊടുത്തു കൈവശാവകാശത്തിന് വേണ്ടി. പക്ഷെ സാറിന്റെ മീറ്റിംഗ് ഞാൻ കണ്ടതിന് ശേഷം യേശുവിന്റെ തിരുമുറിവിനാൽ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി. അപ്പോൾ അവര് പറഞ്ഞ് ഈ സർട്ടിഫിക്കറ്റ് തന്നു എൻ്റെ കയ്യിൽ. ഈ സാക്ഷ്യം ഞാൻ പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. തീർച്ചയായിട്ടും കർത്താവെ അങ്ങ് പ്രവർത്തിച്ചത് നന്ദി. ആ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അലഞ്ഞു, പക്ഷേ കർത്താവ് അതിനെ മുൻപ് നീക്കുപോക്ക് ചെയ്തതിൽ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. പ്രൈസ് ലോർഡ് ബ്രദറെ. ഞാൻ എൻ്റെ മോൻ ബോണി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. സൈക്യാട്രിക് ഇതില് മിനിയാന്ന് കൊണ്ടുപോയി അവനെ. പക്ഷെ എനിക്കുള്ള സാക്ഷ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇവിടെ വെച്ചിട്ട് എത്രമാത്രം ഡിസ്റ്റർബൻസ് ആയിട്ട് ഇവിടെ നടന്നാലും
അവൻ എന്നോട് പറയും, മമ്മി എനിക്ക് വയ്യ, തീരെ പറ്റുന്നില്ല, അത് ഒരു എന്തോ സാത്താൻ അറ്റാക്ക് വന്ന പോലെയാണ്. അപ്പൊ അവൻ പെട്ടെന്ന് വചനം എടുക്കും. വചനം എടുത്തിട്ട് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതിന്റെ, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട് അവൻ അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുമ്പോ എന്നോട് ഞാൻ മാറി നിന്നിട്ട്, കാരണം ചിലപ്പോഴൊക്കെ അവൻ പറയും, മമ്മി എന്തൊട്ട് എന്നെ കഷ്ടപ്പെടുത്താനാണോ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടാണോ എനിക്ക് വന്നത്. അപ്പൊ ആ നെഗറ്റീവ് സ്പിരിറ്റ് അവന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ മാറി നിന്നിട്ട്, നിന്റെ മക്കളെ പോയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും എന്ന് പ്രഖ്യാപിച്ച് പറയുമ്പോ പെട്ടെന്ന് അവൻ ഓടി വന്നിട്ട് എന്നോട് പറയും, അത് ബ്രദർ അങ്ങനെ പറയാറുണ്ടല്ലോ വചനം വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കും. പെട്ടെന്ന് വന്നിട്ട് പറയും, എന്താണാവോ എനിക്ക് പെട്ടെന്ന് ഒരു വിടുതൽ കിട്ടി. എപ്പോഴും അങ്ങനെ ഒരു ഇത് പറയാറുണ്ട്. അപ്പൊ അത് എനിക്ക് വലിയൊരു സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോ ഞാൻ പ്രഖ്യാപിക്കണോ അന്നേരമൊക്കെ എനിക്ക് ഈ സമാധാനം അവനിൽ നിന്ന് അങ്ങനെ ഒരു ഇത് കിട്ടാറുണ്ട്. അപ്പൊ അതെന്റെ ഒരു വലിയൊരു സന്തോഷമാണ് അത്. പക്ഷെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എനിക്കറിയാം പൂർണ്ണമായിട്ടും ദൈവം അവനെ വിടിവിക്കാൻ ശക്തനാണ്. അത് ഞാനിവിടെ ഒരു സാക്ഷിയായിട്ട് മാറും. പൂർണ്ണമായിട്ട് ഞാൻ ശ്രദ്ധിച്ചോണം. ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഏത് വചനങ്ങൾ പറയുമ്പോഴാണ് മോൻ അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ വചനം കൂടുതൽ പറഞ്ഞോണേ. ഏത് വചനം പറയുമ്പോഴാണ്, ഏതൊക്കെ വചനങ്ങളാണ്, ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മൾ പറയുന്ന ഏതെങ്കിലും വചനങ്ങൾ പറയുമ്പോൾ ഇതേപോലെയുള്ള റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ, അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം കാണുമ്പോൾ അതേ വാക്യങ്ങൾ പിന്നെയും പിന്നെയും നമ്മൾ പറയുകയും ആ വാക്യങ്ങൾ മകനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുവാനും കൂടെ ശ്രമിച്ചോണം. അതിന്റെ കാരണം ആ വചനത്തിലൂടെ ദൈവം ആ മകനെ തൊടാനും കുടുംബത്തെ വിടിവിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോണം. എല്ലാവരോടും കൂടെ ഞാൻ പറയുവാണ്, എന്റെ സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുവാണ്, ആ വചനം പറയുമ്പോൾ ഏത് വചനം, ചിലപ്പോൾ നമ്മൾ എല്ലാ വചനം പറയുമ്പോഴും ചിലപ്പോൾ അത് കാണത്തില്ല. ചിലപ്പോൾ ചില വചനങ്ങളിൽ നമ്മളുമായിട്ട് എവിടെയോ കണക്ഷൻ കിടപ്പുള്ളപ്പോൾ ആ വചനം പറയുമ്പോൾ കൂടുതൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് പറഞ്ഞു വേണ്ടി കർത്താവ് അവനെ സാക്ഷിയാക്കും. കർത്താവിന്റെ സുവിശേഷത്തിനായിട്ട് ദൈവം അവനെ ഉപയോഗിക്കും. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവ് അത് ചെയ്യും. കർത്താവ് അത് ചെയ്യും. ധൈര്യത്തോടെ ഇരുന്നോണം. ആ വചനങ്ങൾ തന്നെ ഉരുവിട്ടോ കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ മതി, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന എന്റെ ദൈവത്തിന് കഴിയും, ഞാനത് കാണും എന്ന് പറയണം കേട്ടോ. ധൈര്യമായിട്ടിരിക്കാൻ കർത്താവാണ്ടിരിക്കുക കേട്ടോ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ധൈര്യമായിട്ടിരിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രീത സൗകര്യ വാക്കിയിട്ടുണ്ട് കേട്ടോ. റോമാലേഖനം 4-ാം അധ്യായം. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു കാര്യം കൂടി പറയണ്ട. മോന്റെ കാര്യത്തെ പറ്റി ഒന്ന് പ്രാർത്ഥിക്കണം. മോൻ കല്യാണം കഴിച്ചിട്ട് 7 കൊല്ലായി. പക്ഷെ 4 കൊല്ലായി അവളോട് മോളെയും കൊണ്ടങ്ങ് പോയി. എനിക്കിനി വേണ്ടാന്ന് പറയുന്നു. ഭയങ്കര വിഷമത്തിലാണ്. മോളെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. പിന്നെ അവർക്ക് ഇനി നമ്മളത് പ്രാർത്ഥിച്ചു. അവസാനത്തെ ഉള്ളിൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങളെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അവിടെ ഇപ്പം മുതൽ പറയാം, കർത്താവ് ആ വിഷയത്തിന്റെ മേലെ ഇടപെട്ടതിന് നന്ദി, കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ബാക്കി എല്ലാം കർത്താവ് സെറ്റിൽ ചെയ്തോളും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ധൈര്യമായിട്ടിരിക്കും. എല്ലാം അനുകൂലമാക്കി കർത്താവ് മാറ്റും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ലൈവിൽ കാണുന്നവരോട് ഞാൻ പറയുന്നു, അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ നേരത്തെ ഇനി മുതൽ പ്രാർത്ഥനയ്ക്ക് വരാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫില്ലാകുന്നത് കൊണ്ട് ചിലപ്പോൾ കയറാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് നേരത്തെ തന്നെ, ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ പ്രാർത്ഥനയിലുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പേ വരുന്നുണ്ട്, നമുക്ക് മുമ്പേ കർത്താവ് വരുന്നുണ്ട്. അതുകൊണ്ട് ആർക്കൊരു പ്രാർത്ഥന തുടങ്ങിയല്ലോ, ബ്രദർ വചനം പറയാൻ തുടങ്ങിയല്ലോ, അപ്പൊ കയറാൻ നിൽക്കരുത്. നമ്മൾ നേരത്തെ വന്ന് ഒത്തിരിക്കണം. കർത്താവിന് അതാണ് ഇഷ്ടം. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നാളെ നമ്മുടെ പ്രാർത്ഥന ഞാൻ ഓർപ്പിച്ചല്ലോ, ഞാൻ സൂമിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ലിങ്ക് വരും. യൂട്യൂബിലാണ് നമ്മുടെ പ്രാർത്ഥന. കർത്താവ് അനുഗ്രഹിക്കട്ടെ.